യം ശൈവാഃ സമുപാസതേ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. മദീയ ഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ഹരിഃ ഓം ഹരിഃ ഓം. എല്ലാവരും കൂടി സംസാരിക്കണം എന്നുള്ളവർക്കൊക്കെ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ഒരു സമയമാണിത്. എല്ലാവരും കൂടി മുക്തകണ്ഠം ഓങ്കാരം 3 തവണ ജപിക്കുക. വലിയ ഒരു സംയുക്ത കൂട്ട തപോനുഷ്ഠാനമാണിത്. ലോകം മുഴുവനും മംഗളസ്പന്ദനങ്ങൾ പ്രസരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കൂട്ട തപോനുഷ്ഠാനമാണ്. ഇതാ കൈകോർത്ത് മടിയിൽ വെച്ച് കണ്ണടച്ച് ദേഹം വിഷമിപ്പിക്കാത്ത തരത്തിൽ നിവർത്തി വായും മനസ്സും തുറന്ന് എൻ്റെ കൂടെ ജപിക്കൂ. ഓ ശബ്ദത്തിന് ഊർജ്ജസ്വലത പോരാ. എല്ലാവരും നല്ലോണം ജപിക്കൂ. ഓ ഹരി ഓം തത്സത്. ഞാനൊരു ശ്ലോകം പറഞ്ഞു തന്ന നിങ്ങൾ ഏറ്റു ചൊല്ലുവോ? എന്താ മിണ്ടാത്തെ? ഇത് കൃഷ്ണന്റെ മുൻപിൽ അർജുനൻ നൽകുന്ന ഒരു ശരണാഗതി, ഒരു സമർപ്പണമാണ്. എൻ്റെ മനസ്സിലെ കാർപ്പണ്യം എന്ന് പറയുന്ന ദോഷം പിടിപെട്ടിട്ടുണ്ട്. അത് കാരണം വേണ്ടതുപോലെ ആലോചിച്ച് എന്തു വേണം എന്ന് നിശ്ചയിക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ കീഴടങ്ങുന്നു, സമർപ്പണം ചെയ്യുന്നു. എന്നെ തന്നെ ഒരു ഗുരു ശിഷ്യനെ ഉപദേശിക്കുന്ന മാതിരി എന്നെ ഉപദേശിക്കണം എന്ന് പറയുന്നതാണ്. ആ ശ്ലോകം ഒരു പക്ഷേ ഞാനെന്ന് പറഞ്ഞ അവിടം വരെ എത്തും. ആ സമയത്ത് അത് കൂടുതൽ വിവരിക്കാം. അതിൻ്റെ ഇടയിൽ നിങ്ങളത് എല്ലാവരും കൂടി ഒന്ന് ചൊല്ലിയാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. കാർപ്പണ്യദോഷോപഹത. ഈ സംസാരിക്കണം എന്നുള്ളവർക്കൊക്കെ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള സമയം അത്. അപ്പൊ മാത്രം എന്താ ഈ കുരലടച്ചു പോണേ? കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ. കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ. പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ. പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ. യശ്രേയസ്യാദ് നിശ്ചിതം ബ്രൂഹി തന്മേ. ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. ശിഷ്യസ്തേഹം
ശാധിമാം ത്വാം പ്രപന്നം. ധർമ്മക്ഷേത്രം എന്ന കുരുക്ഷേത്രത്തിൽ എന്റെ പുത്രന്മാരും പാണ്ഡുപുത്രന്മാരും എന്താ ചെയ്തത് എന്നൊരൊറ്റ ചോദ്യം മാത്രമേ ഈ ഭഗവത്ഗീത 700 ശ്ലോകങ്ങളിൽ ആദ്യമായും അവസാനമായും ധൃതരാഷ്ട്രർ പറയുന്നുള്ളൂ. അതിന്റെ വിവരണത്തെ തുടർന്ന് ആ പടക്കളത്തിൽ നടന്നത് എന്താ എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അവസാനം അർജുനൻ തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോ ഭാരതീയരുടെ മുൻപിൽ എന്നേക്കുമുള്ള ഒരു ആഹ്വാനം എന്നുള്ള നിലയ്ക്ക് കൃഷ്ണൻ നൽകിയതാണ് ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ നൈതത്വൈ ഉപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തപ. അർജുനന് വന്നിട്ടുള്ളത് ദയവല്ല, കാരുണ്യമല്ല. സ്വജനങ്ങളെ കണ്ട് അവരോട് തോന്നുന്ന ഒരു ദയവാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് പടക്കളമാണെന്നുള്ളത് മനസ്സിലാക്കണം. യുദ്ധം ചെയ്യാനുള്ള തീരുമാനത്തോടു കൂടിയാണ് ഇവിടെ വന്നിട്ടുള്ള ലക്ഷോപലക്ഷം പടയാളികൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് തീരുമാനമെടുത്താണ് ഇവിടെ വന്നിരിക്കുന്നത്. പടക്കളത്തിൽ വന്നാൽ എന്തുണ്ടാവും? എതിർ സൈന്യത്തോടു കൂടി പടപൊരുതും, അവരെ കൊല്ലും, ഇല്ലെങ്കിൽ അവരാൽ കൊല്ലപ്പെടും. ഈ തീരുമാനം എല്ലാവരുടെ മനസ്സിന്റെ ഉള്ളിലുമുണ്ട്. ക്ഷത്രിയന്മാരെ സംബന്ധിച്ചിടത്തോളം പടക്കളത്തിൽ വീണ് മരിക്കുന്നതാണ് ആവശ്യം, അല്ലാതെ വീട്ടിൽ കിടക്കയിൽ കിടന്ന് മരിക്കുകയല്ല വേണ്ടത്. ക്ഷത്രിയന്മാർക്ക് യുദ്ധം ബ്രാഹ്മണർക്ക് തപസ്സെന്നതുപോലെയാണ്. വൈശ്യന്മാർക്ക് കച്ചവടവും കൃഷിയും പോലെയാണ്. മറ്റുള്ളവർക്ക് സേവന പ്രവൃത്തി ചെയ്യുന്നത് പോലെയാണ് ക്ഷത്രിയന്മാരെ സംബന്ധിച്ചിടത്തോളം ക്ഷാത്രവീര്യത്തിന് അനുഗുണമായി ഒന്നാന്തരം ശത്രുക്കളോടുകൂടി യുദ്ധക്കളത്തിൽ വെച്ച് പടപൊരുതുക എന്നുള്ള ആ വൃത്തി, ആ തീരുമാനത്തോടു കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ വന്നതിൽ സ്വജനങ്ങളാകട്ടെ പരജനങ്ങളാകട്ടെ അവർ തമ്മിൽ എന്തിനു വ്യത്യാസപ്പെടുത്തുന്നു? നമ്മളാരും വിളിച്ചിട്ടല്ല വന്നിരിക്കുന്നത്, അവർ സ്വയം വന്നതാണ്. വരുമ്പോഴാ ഇവരൊക്കെ ഉണ്ട്, 11 അക്ഷൗഹിണി സേനയുണ്ട്. അവരോടുകൂടി പടപൊരുതാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്, സ്വയം മറ്റു പ്രകാരത്തിൽ സമാജത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയും. അതുകൊണ്ട് ഇത് ഹൃദയ ദൗർബല്യമാണ്. ക്ഷാത്രവീര്യമുള്ളവർക്ക് ആർക്കും തന്നെ ഇത് ചേരുന്നതല്ല. അതുകൊണ്ട് ഇത് ക്ഷുദ്രമാണ്, നീചമാണ്, നികൃഷ്ടമാണ്, തുച്ഛമാണ് എന്ന് മനസ്സിലാക്കി അതിനെ വലിച്ചൊരേറ് കൊടുക്കൂ. അപ്പൊ തനിക്ക് വന്നിട്ടുള്ള ആ വികാരം നല്ലതാണെന്ന് വിചാരിക്കുമ്പോൾ അത് വർദ്ധിച്ച് വർദ്ധിച്ച് നമ്മളെ കീഴടക്കും. അത് പൊല്ലാത്തതാണ്, ശരിയല്ല, വിപരീത സ്ഥാനത്ത് നിൽക്കുന്നതാണെന്ന് മനസ്സിലായാൽ തന്നെ നമുക്കൊരു ആത്മബലവും ഉത്സാഹവും ഉണർവും വരികയായി അതിനെ തള്ളിക്കളയാൻ. ഇഫ് യു ഡോണ്ട് ലൈക്ക് യുവർ ഡോഗ് ഗിവ് ഇറ്റ് എ ബാഡ് നെയിം ആൻഡ് ഷൂട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്. അപ്പൊ വന്നിട്ടുള്ളത് ക്ഷുദ്രമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ പ്രകൃത്യ ഉടൻ തന്നെ അർജുനന്റെ മനസ്സിൽ അത് വർജിക്കാനും തള്ളിക്കളയാനും അത് വിട്ട് ഉയരാനുമുള്ള ഒരു പ്രേരണ, ഒരു ആത്മനിർബന്ധം അനിവാര്യമാണ്. അങ്ങനെയുള്ള ഒരു വലിയ സൈക്കോളജിക്കൽ എക്സലൻസോടു കൂടിയാണ് കൃഷ്ണൻ സംസാരിക്കുന്നത്. മനഃശാസ്ത്രപരമായി അങ്ങേയറ്റത്തെ മികവും മഹിമയോടും കൂടിയിട്ടുള്ള വാക്കുകളാണ് കൃഷ്ണൻ 64 അക്ഷരത്തിൽ പറഞ്ഞൊപ്പിച്ചത്. അത് കേട്ട ഉടനെ അർജുനന്റെ നിലയൊക്കെ അങ്ങോട്ട് മാറി. അതേവരെ സ്വജനങ്ങളാണ്, ദയവാണ്, സങ്കടമാണ്, ശരിയല്ല, അവർക്ക് ദൂഷ്യമുണ്ടെങ്കിലും നമുക്കെന്തിനങ്ങനത്തെ ദൂഷ്യം, അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യില്ല, മിണ്ടാതെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ ആള് ഉടനെ പറയാണ്, കൃഷ്ണ അങ്ങ് പറയുന്ന വാക്ക് തള്ളിക്കളയാൻ എനിക്ക് പറ്റില്ല, വേണ്ടതുപോലെ ആദരിച്ച് ഉൾക്കൊള്ളാനേ പറ്റൂ. അപ്പൊ അങ്ങയുടെ വിചാരത്തിൽ, അങ്ങയുടെ പരിഗണനയിൽ എനിക്കുള്ളത് ഹൃദയ ദൗർബല്യമാണെങ്കിൽ ഞാൻ സമ്മതിച്ചു. അതുകൊണ്ട് ഇതേവരെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ഇനി പറയില്ല. കൃപയാ പരയാവിഷ്ട എന്നുള്ള ആ ഭാഗം അങ്ങോട്ട് മാറ്റി. പക്ഷെ എൻ്റെ മനസ്സിൽ 1-2 ചോദ്യം ഉദിക്കുന്നു. ആ ചോദ്യത്തിന് തക്കതായ മറുപടി കിട്ടണം. ഞാനൊരു മനുഷ്യനാണ്, എൻ്റെ വ്യക്തിത്വം മനുഷ്യ വ്യക്തിത്വമാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു മനസ്സുണ്ട്. മനസ്സാണെങ്കിൽ വികാര ഭൂയിഷ്ടമാണ്. ആ വികാര തരളിതനായിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഈ യുദ്ധം ചെയ്യാൻ പറ്റുക? അങ്ങ് രഥം തെളിച്ചു കൊണ്ടുപോയി നിർത്തിയത് എവിടെയാ? ഭീഷ്മന്റെയും ദ്രോണന്റെയും മുൻപിലാണ് കൊണ്ട് നിർത്തിയത്. ആ ഭീഷ്മനാകട്ടെ സേനാധിപനാണ്, സർവസൈന്യാധിപനാണ്. തൊട്ടടുത്ത് ദ്രോണനുണ്ട്. ഭീഷ്മൻ എൻ്റെ മുത്തശ്ശൻ, ദ്രോണനാണെങ്കിലോ എൻ്റെ ആചാര്യൻ. ഇവര് 2 പേരോടും കൂടി പടപൊരുതി മുന്നോട്ട് കയറുക എന്ന് പറഞ്ഞാൽ കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭിഃ പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. ഈ ഭീഷ്മനും ദ്രോണനും എങ്ങനത്തവരാ?
കണ്ട മാത്രയിൽ നമസ്കരിച്ച്, പുഷ്പങ്ങൾ ഉണ്ടെങ്കിൽ പുഷ്പങ്ങൾ സമർപ്പിച്ച് പൂജിച്ച് ആദരിച്ച് സത്കരിച്ച് ശരണാഗതി അടയണം, അവരുടെ അനുഗ്രഹം തേടണം. അങ്ങനെയുള്ളവരുടെ നേരെ ശത്രുപക്ഷത്തിൽ ശത്രുഭാവത്തോടു കൂടി നിന്ന് ശത്രുതയില്ലാത്തവരോട് കൂർത്തുമൂർത്ത ശരങ്ങൾ പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് ആര് സമ്മതിക്കും? ഏത് മനസ്സാ അതിന് വഴങ്ങിത്തരിക? അങ്ങ് പറയണു യുദ്ധം ചെയ്യണമെന്ന്, ഞാനും ഒരു നിലയ്ക്ക് സമ്മതിക്കാം. പക്ഷെ എങ്ങനെ എന്നൊരു ചോദ്യമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. കഥം? യുദ്ധം ചെയ്യുകയാണെങ്കിൽ അതിനൊരു നിലപാട് വേണം, അതിനുള്ള ശക്തി വേണം, അതിനുള്ള മനസ്സാന്നിധ്യം വേണം. അതെങ്ങനെയാ എനിക്ക് ഉണ്ടാവുക? എൻ്റെ ദൃഷ്ടി വെച്ച് നോക്കുമ്പോൾ ഒന്ന് പിതാമഹൻ, പിന്നെ ഒന്ന് ആചാര്യൻ. രണ്ടുപേരും എപ്പോ നോക്കിയാലും ഞാൻ വന്ദിച്ച് ആരാധിച്ച് അനുഗ്രഹം മേടിക്കേണ്ടവരാണ്. കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. പൂജാർഹന്മാരാണ് അവരെ ഞാൻ ശരം പ്രയോഗിച്ച് നേരിടുക എന്ന് പറഞ്ഞാൽ ഇത് വൈകാരികമായി എങ്ങനെ സാധിക്കും? എൻ്റെ മനസ്സതിന് സമ്മതിക്കുന്നില്ലല്ലോ. അങ്ങ് പറയണത് ശരിയാണെന്ന് പറഞ്ഞാൽ പോലും എങ്ങനെയാണ് ഞാൻ ഈ പടപൊരുതുക? അതിനുള്ള ശക്തി, അതിനുള്ള സമ്മതം, അതിനുള്ള ഊക്ക്, അതിനുള്ള ഉത്സാഹം, ഉണർവ്, ഉജ്ജ്വലത എനിക്ക് എങ്ങനെയാ ഉണ്ടാവുക എന്നൊരു ചോദ്യമാണ് കൃഷ്ണന്റെ മുൻപിൽ എടുത്തിടുന്നത്. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. ഈ ഭീഷ്മനെ പറ്റി പറയുന്ന സമയത്ത് പിന്നീട് ഭീഷ്മപർവത്തിൽ പറയുന്നു 107-ാം അധ്യായത്തിൽ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാനിവിടെ പറയുകയാണ്. ഗുരുണാ കുരുവൃദ്ധേന കൃതപ്രജ്ഞേന ധീമത പിതാമഹേന സംഗ്രാമേ കഥം യോദ്ധാസ്മി മാധവ. ഗുരുണാ കുരുവൃദ്ധേന, കുരുക്കളിൽ വെച്ച് വൃദ്ധനാണ്, ഗുരുവാണ്. കൃതപ്രജ്ഞേന ധീമത, ഉപായപ്പെട്ട ആളൊന്നുമല്ല. സാധാരണ മനുഷ്യർക്ക് യുദ്ധപാടവം ഉണ്ടാവാം, രാജസ്ഥാനവും അല്ലെങ്കിൽ ചക്രവർത്തി സ്ഥാനവും ഉണ്ടാവാം. അതൊക്കെ ഒന്ന് വേറെയാ. നമ്മുടെ ഉൾസമ്പന്നത, ഉൾധന്യത, ആധ്യാത്മികമായിരിക്കുന്ന മികവ്, ആത്മസാക്ഷാത്കാരം, ആ ആന്തരമായിരിക്കുന്ന പ്രഭാവവും മഹിമയും നേടിയെടുക്കുക എല്ലാവരും പരിശ്രമിക്കാറില്ല. അവരെയാണ് തപോധനന്മാര്, ജ്ഞാനവൃദ്ധര് എന്നൊക്കെ പറയുന്നത്. ഭീഷ്മനെ സംബന്ധിച്ചിടത്തോളം വെറും വയോവൃദ്ധൻ മാത്രമല്ല, കൃതപ്രജ്ഞനുമാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഒരു പിതാമഹനോടുകൂടി സംഗ്രാമേ കഥം യോദ്ധാസ്മി, പടക്കളത്തിൽ വെച്ച് അദ്ദേഹത്തെ ശത്രുവായി കണ്ട് കൂർത്തുമൂർത്ത ശരങ്ങൾ പ്രയോഗിക്കുന്നത് എങ്ങനെ സാധിക്കും? ക്രീഡതാഹി മയാ ബാല്യേ വാസുദേവ മഹാമനാഹ പാംസൂരൂഷിതഗാത്രേണ മഹാത്മാ പരുഷീകൃത. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നു കൃഷ്ണ, എൻ്റെ കുട്ടിക്കാലം. ഞാൻ പലയിടത്തും പോയി കളിച്ച് ഉരുണ്ട് പെരണ്ട മേല് മുഴുവനും പൊടിയാ. ആ പൊടി കംപ്ലീറ്റ് ആയിട്ട് മേല് മുഴുവനും ഉണ്ട്. എന്നിട്ട് ഞാൻ മുത്തശ്ശന്റെ മടിയിൽ ചെന്നിരുന്ന് അദ്ദേഹത്തിന്റെ ശുഭ്രവസ്ത്രം മുഴുവനും മലിനമാവും. അങ്ങനെ മടിയിൽ ചെന്നിരുന്നു, അദ്ദേഹത്തിനെ മലീമസനാക്കി തീർത്തു, ശരീരത്തിലെങ്കിലും വസ്ത്രത്തിലെങ്കിലും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം. ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല, മുണ്ടെടുത്ത് കുടഞ്ഞൂല്ല. മോനെ വന്നോളൂ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് താലോലിച്ച് തലോടിയാണ് കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു മുത്തശ്ശനെ ആ സ്മരണയൊക്കെ വിട്ടുകളഞ്ഞ് ഇപ്പൊ പെട്ടെന്ന് ശരം പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ യസ്യാഹമധിരുഹ്യാംഗം ബാലഃകില ഗദാഗ്രജ താദേത്യവോചം പിതരം പിതുഃ പാണ്ഡോർ മഹാത്മനഃ. ഞാൻ മടിയിലിരുന്ന് എനിക്കറിയാമോ അച്ഛാ അച്ഛാ എന്നിങ്ങനെ വിളിക്കും. ആ വിളിക്കുന്ന സമയത്ത് താലോലിച്ച് പറയും എൻ്റെ താടി പിടിച്ച്, എൻ്റെ പൊന്നു മോനെ ഞാൻ നിന്റെ അച്ഛനല്ല അച്ഛൻ്റെ അച്ഛനാണ് എന്ന് പറഞ്ഞ് ഓർമ്മപ്പെടുത്താറുണ്ട്. കേൾക്കണുണ്ടോ നിങ്ങൾ? അർജുനന്റെ മനസ്സിൽ ഇതൊക്കെ ഓർമ്മ വരിക. കയ്യിൽ അമ്പുണ്ട്, വില്ലുണ്ട്, ഗാണ്ഡീവമുണ്ട്, പാശുപതാസ്ത്രമുണ്ട് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പടപൊരുതാൻ സാധിക്കില്ല. കൈകൊണ്ട് മാത്രം ചെയ്യേണ്ടതല്ല യുദ്ധം. കൈ ബാഹ്യമായ ഉപകരണം. ഉള്ളിൽ ഈ കയ്യിനെ ചെലുത്താനും വിനിയോഗിക്കാനും പ്രയോഗിക്കാനുമായിട്ടൊരു മനസ്സുണ്ട്. ആ മനസ്സിൽ ഈ മുത്തശ്ശൻ പിതാമഹൻ അദ്ദേഹത്തിന്റെ വാത്സല്യം, അദ്ദേഹത്തിന്റെ അരുമത്വം, അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വരണത്. നാഹം താതസ്തവ പിതുഹു താതോസ്മി തവ ഭാരത ഇതി മാം അബ്രവീത് ബാല്യേ യഹ സവധ്യഃ കഥം മയാ. ഞാൻ നിന്റെ താതനല്ല, താതന്റെ താതനാണ് എന്ന് പറഞ്ഞ് അരുമയോടുകൂടി സംസാരിച്ചിരുന്ന ആ മുത്തശ്ശനോട് ഞാനിപ്പോ പടപൊരുതണം, അസ്ത്രം പ്രയോഗിക്കണം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ സാധിക്കും എന്നാ ചോദിക്കുന്നത്.
അപ്പൊ അർജുനൻ വെറുതെ പറയണതല്ല, എങ്ങനെ മുത്തശ്ശനോടും ഗുരുനാഥനോടും കൂടി യുദ്ധം ചെയ്യണത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അതിന് കാര്യകാരണങ്ങളുണ്ട്. ഞാൻ നിങ്ങളോടും എപ്പോഴും പറയണു, മുൻപിലും പറഞ്ഞു, ഇനിയും പറയും. മഹാഭാരതത്തിലുള്ള ഓരോ രംഗം, ഓരോ സംവാദം, ആരാരെന്തെല്ലാം പറയുന്നുണ്ടോ അതിനോട് തൊട്ടടുത്ത് അതിനുള്ള യുക്തിസഹമായ മൂല്യങ്ങളും പദ്ധതികളും സിദ്ധാന്തങ്ങളും എല്ലാം അവതരിപ്പിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഞാൻ യുദ്ധം ചെയ്യുന്നത് എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അത് വെറും വൈകാരികമാണെന്ന് വിചാരിക്കരുത് കൃഷ്ണ. ഗുരൂനഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ ഹത്വാർത്ഥകാമാംസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ. ഗുരൂനഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യം അപീഹ ലോകേ. ഈ ഗുരുനാഥന്മാരെ, ഗുരുസ്ഥാനത്ത് നിൽക്കുന്നവരെ, ആദരാർഹരായിട്ടുള്ളവരെ എപ്പ കണ്ടാലും കാക്കല് വീണ് നമസ്കരിച്ച് ആരാധിച്ച് അനുഗ്രഹം ചോദിക്കണം. അങ്ങനെയുള്ള കൂട്ടരെ കൊല്ലുന്നതിനേക്കാൾ നല്ലത്, അതിനു വേണ്ടിയിട്ടുള്ള യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് അതിനേക്കാൾ നല്ലത് ശ്രേയോ ഭോക്തും ഭൈക്ഷ്യം അപീഹ ലോകേ. ഈ യുദ്ധം വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോവുക. എനിക്ക് ക്ഷാത്ര തേജസ്സും വേണ്ട, ക്ഷത്രിയന്മാർക്ക് അനുവദിച്ചിട്ടുള്ളതോ അനുശാസിച്ചിട്ടുള്ളതോ ആയ സ്ഥാനവും കർത്തവ്യവും ഒന്നും വേണ്ട, സിംഹാസനത്തിൽ ഇരിക്കണ്ട, രാജകീയ സുഖഭോഗങ്ങൾ അനുഭവിക്കണ്ട. ഇതൊക്കെ ക്ഷത്രിയന്റെ സ്ഥാനം അംഗീകരിക്കുമ്പോഴേ വേണ്ടൂ. അതങ്ങോട്ട് വിട്ടിട്ട് ഭിക്ഷ തണ്ടി ഞാൻ കഴിഞ്ഞോളാം. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ. ഭിക്ഷാവൃത്തി എന്ന് പറയുന്നത് ക്ഷത്രിയനോ രാജാവിനോ വിധിച്ചിട്ടുള്ളതല്ല. അദ്ദേഹം കരബലം കൊണ്ട്, മെയ്ബലം കൊണ്ട്, ഇച്ഛാശക്തി കൊണ്ട് വേണ്ടതൊക്കെ നേടിയെടുക്കണം. അതല്ലാതെ ബ്രാഹ്മണന് വിധിച്ചിട്ടുള്ളതാണ് ഭിക്ഷായാചനം, അല്ലെങ്കിൽ ഏഴപ്പെട്ടവർക്ക്. അങ്ങനെ ഒരു സ്ഥിതി ക്ഷത്രിയന് വിധിച്ചിട്ടില്ല. അർജുനൻ പറയാണ്, ഞാൻ ക്ഷത്രിയ സ്ഥാനം ഇതാ പരിത്യജിക്കുന്നു, സിംഹാസനത്തിലുള്ള അഭിലാഷം എനിക്കില്ല, എൻ്റെ സ്ഥാനമാനങ്ങളെല്ലാം പൊള്ളയാണ്, ഞാനൊരു യാചകവൃത്തി സ്വീകരിച്ച് ഭൈക്ഷ്യമപീഹ ലോകേ ഭോക്തും, ഭിക്ഷ യാചിക്കാം എൻ്റെ കാലക്ഷേപത്തിന്, ശരീരനിർവഹണത്തിന് വേണ്ടി. എന്താ കാരണം? ഹത്വാർത്ഥകാമാംസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ. നിങ്ങൾ മനസ്സിലാക്കണം, മഹാഭാരതം 5ാമത്തെ വേദത്തിന്റെ സ്ഥാനമാണതിന്. അതിൽ വ്യാസദേവൻ എഴുതുന്ന രംഗങ്ങളും വിവരിക്കുന്ന രംഗങ്ങളും എഴുതുന്ന മൂല്യങ്ങളുമെല്ലാം വളരെയധികം വിശകലനത്തിനും പരിശോധനത്തിനും മൂല്യനിർവചനത്തിനും എല്ലാം വിധേയമാണ്. എന്താ പറയണത്? ഹത്വാർത്ഥകാമാംസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ. ഇവരെ കൊന്നു എന്നിട്ട് നമുക്ക് രാജ്യം കിട്ടി എന്നുണ്ടെങ്കിൽ ആ രാജ്യം കിട്ടിയതിന് ശേഷം നമ്മുടെ ശരീരം വീഴാൻ പോണില്ല. സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് കുറെ കാലം നമ്മൾക്ക് രാജകീയ പ്രൗഢിയോടുകൂടി ജീവിക്കേണ്ടി വരും. അപ്പൊ നാം കഴിക്കുന്ന ഭക്ഷണം, ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഭോഗവസ്തുക്കളെല്ലാം എങ്ങനത്തതായിരിക്കും? രുധിരപ്രദിഗ്ധാൻ. ഒന്ന് പറയൂ, രുധിരപ്രദിഗ്ധാൻ. ഇവരെ കൊന്ന് ആ ചോര വീണ് ആ ചോരയുടെ അടയാളവും അതിൻ്റെ ആ ചോരാങ്കിതം, രക്താങ്കിതമായിരിക്കുന്ന സുഖഭോഗങ്ങളാണ് നാം അനുഭവിക്കുക. ആ സുഖഭോഗങ്ങൾ ധർമ്മത്തിനോ മോക്ഷത്തിനോ ചേർന്നതല്ല. 4 വിധമാണ് നമ്മുടെ പുരുഷാർത്ഥം. ആദ്യമായി ധർമ്മം ചെയ്യുന്നതൊക്കെ നീതിയുക്തമാവണം, പരോപദ്രവം സ്വല്പമെങ്കിലും ഉണ്ടാവരുത്, ആത്മനിയന്ത്രണത്തിൽ അധിഷ്ഠിതമായിരിക്കണം, സംശാന്തമാകണം, സംശുദ്ധമാകണം, സൗമ്യസമ്പന്നമാകണം. അങ്ങനെയുള്ളതാണ് ധർമ്മം എന്ന് പറഞ്ഞാൽ. ഒരു ധർമ്മിഷ്ഠന്റെ പെരുമാറ്റത്തിന് ഒരാളും ലോകത്തിൽ കുറ്റം പറയാൻ പറ്റില്ല. അത്ര വിശേഷപ്പെട്ട ഒരു ജീവിത ശൈലിയാണ്. അന്യനെ ഉപദ്രവിക്കില്ല, കഴിയുമെങ്കിൽ ഉപകാരമേ ചെയ്യുള്ളൂ. തൻ്റെ ജീവിതത്തിന് വേണ്ടി മറ്റൊരാളുടെ അതില്ല. അങ്ങനെയുള്ളതാണ് ധർമ്മം. ആ ധർമ്മം ഇതിലില്ല, ആദ്യത്തെ പുരുഷാർത്ഥം. പിന്നെ മോക്ഷം എന്ന് പറയുന്നതോ ഭഗവാനോടുള്ള ഭക്തി കൊണ്ട്, വൈരാഗ്യം കൊണ്ട്, നമ്മുടെ ഉള്ളു തന്നെ കടഞ്ഞെടുത്ത് മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും മാത്രം ആത്മതലത്തിൽ എത്തിച്ചേർന്ന് അവിടുന്ന് കടഞ്ഞെടുത്ത് അനുഭവിക്കേണ്ടതാണ് ആത്മസുഖം, അനശ്വരം, അമരമായിരിക്കുന്ന ഉൾസുഖം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറയുന്ന 4 പുരുഷാർത്ഥമാണ്. ധർമ്മത്തിലൂടെ അർത്ഥം, ആ അർത്ഥത്തിലൂടെ കാമം, ഇതെല്ലാം വിട്ട് അവസാനം മോക്ഷം.
ഈ 4 എണ്ണത്തിൽ നാം ഈ യുദ്ധം ചെയ്താൽ അർത്ഥകാമാൻ ഭോഗാൻ, അതിൽ ധർമ്മത്തിന്റെ ഒരു കണിക പോലും ഉണ്ടാവില്ല. മോക്ഷത്തെ സംബന്ധിച്ച ഒരു സ്പർശവും അതിലില്ല. വെറും അർത്ഥകാമം, എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക, എന്നിട്ട് ഇഷ്ടം പോലെ സുഖിക്കുക, തിന്നുക എന്ന് പറയുന്ന അർത്ഥകാമ ഭോഗങ്ങൾ മാത്രമാകും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? വല്ല വിധവും പണം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആ പണം കൊണ്ട് ഇഷ്ടം പോലെ തിന്നിട്ടും കാര്യമില്ല. നല്ലോണം പോലെ ഉണ്ടാക്കണം. മിതമായ സുഖമായിരിക്കണം. മനുഷ്യജീവിതത്തോട് പൊരുത്തപ്പെടുന്നതും മനുഷ്യജീവിതത്തെ കൂടുതൽ കൂടുതൽ ശ്ലാഘ്യവും ഉത്തുംഗവുമാക്കുന്നതും നമ്മളെ മേൽക്കുമേൽ ഉള്ളിലേക്ക്, ആഴങ്ങളിലേക്ക്, ആനന്ദത്തിലേക്ക്, മികവിലേക്ക് നയിക്കുന്നതായിരിക്കണം ആ സുഖഭോഗങ്ങൾ. അങ്ങനെയുള്ള ആ ധർമ്മം എന്ന് പറയുന്ന നിയന്ത്രണമോ സംശുദ്ധിയോ മോക്ഷം എന്ന് പറയുന്ന ലക്ഷ്യമോ രണ്ടുമില്ലാതെ അർത്ഥകാമങ്ങൾ മാത്രം അടങ്ങുന്നതായ സുഖഭോഗങ്ങൾ അനുഭവിക്കും. ആ സുഖഭോഗങ്ങളും ഈ ആരാധിക്കേണ്ടവരെ നാം കൊന്നൊടുക്കിയില്ലയോ എന്ന് പറഞ്ഞ് ആ രക്തത്തിൽ പുരണ്ട ഭോഗങ്ങളായിരിക്കും നാം അനുഭവിക്കുക. ഇതെങ്ങനെ സാധിക്കും? അർജുനന്റെ ചോദ്യത്തിന് വല്ല മറുപടിയും നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉപായപ്പെട്ട ചോദ്യമല്ല. നചൈതദ്വിദ്മഃ കതരന്നോ ഗരീയോ യദ്വാ ജയേമ യദിവാനോ ജയേയുഃ യാനേവ ഹത്വാ ന ജിജീവിഷാമഃ തേവസ്ഥിതാ പ്രമുഖേ ധാർത്തരാഷ്ട്രാ. അർജുനൻ വില്ലാളി വീരനല്ലേ? അതെ. കയ്യിൽ ഗാണ്ഡീവമില്ലേ? ഉവ്വ്. വേണ്ടത്ര യുദ്ധം ചെയ്തിട്ടില്ലേ? ഉവ്വ്. സാമർഥ്യമുണ്ടല്ലോ? ഉവ്വ്. അതൊക്കെ പ്രയോഗിച്ച് ഇവിടെ യുദ്ധം ചെയ്യൂ. സൈന്യത്തലവന്മാരവിടെ നിൽക്കണു. ഈ യുദ്ധത്തിൽ ബാക്കി എല്ലാ സ്ഥലത്തും പോയി യുദ്ധം ചെയ്ത് ബാക്കിയുള്ളവരെയൊക്കെ കൊന്നങ്ങോട്ട് ഒടുക്കൂ. അവസാനം ഭീഷ്മനും ദ്രോണനും മാത്രം ബാക്കി വന്നു എന്നുണ്ടെങ്കിലോ നമസ്കരിച്ചു കുമ്പിട്ട് അനുഗ്രഹം ചോദിച്ച് യുദ്ധം നിർത്തുക. അങ്ങനെ ആയിക്കൂടെ? പറ്റില്ല എന്നാ പറയണേ അർജുനൻ. എനിക്ക് ആലോചിച്ചു നോക്കുമ്പോ ന ചൈതദ്വിദ്മഃ കതരന്നോ ഗരീയോ യദ്വാ ജയേമ യദിവാ നോ ജയേയുഃ. 2 കോഴ്സാണ്, 2 ഗതിയാണ് ഉള്ളത്. ഇവരോട് സധീരം അവിശ്രമം പടപൊരുതി ശത്രുജനങ്ങളെ മുഴുവൻ കൊന്നൊടുക്കുക, എന്നിട്ട് നമ്മൾ ജയിക്കുക. അതല്ലെങ്കിൽ അവർക്ക് ജയം അനുവദിക്കുക, എന്നിട്ട് നമ്മൾ കീഴടങ്ങുക, അല്ലെങ്കിൽ വധിക്കപ്പെടുക. ഈ 2 എണ്ണത്തിൽ ഏതാ നല്ലതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന്. പടപൊരുതാൻ പുറപ്പെട്ടാൽ ഞാൻ കാണുന്നത് ദുർഘടമാണ്. എന്താ കാരണം? യാനേവ ഹത്വാ ന ജിജീവിഷാമഃ. ആരെ കൊന്നതിന് ശേഷമാണോ ഞാൻ അരനിമിഷം പോലും ജീവിക്കാൻ ഇഷ്ടപ്പെടാത്തത്? ആരാത്? ഈ ഭീഷ്മരെ വധിച്ചാൽ പിന്നെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? ഞാൻ ആരുടെ മടിയിലിരുന്ന് വളർന്നു? ആരാണോ എനിക്ക് അരുമയോടുകൂടി ഉരുളയുരുട്ടി ചോറ് തന്നത് ചെറുപ്പകാലത്ത്? എൻ്റെ പൊടിപരണ്ട ശരീരത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ മടിത്തട്ടിലിരുന്ന് ആ ശുഭ്രവസ്ത്രം മുഴുവനും മലിനമാക്കി ഒരു വാക്ക് പോലും എതിർപ്പ് എന്നോട് പറഞ്ഞില്ല, അരുമയോടുകൂടി സംസാരിച്ചേ ഉള്ളൂ. ആ മുത്തശ്ശനെ കൊന്നതിന് ശേഷം എന്താ ഈ പറയണത്? അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കുമ്പോ എന്നാ ഇവരെ 2 പേരെയും അവോയ്ഡ് ചെയ്ത് അവരെ അങ്ങോട്ട് ഒഴിവാക്കി യുദ്ധം ചെയ്ത് അവസാനം ബാക്കി വരുമ്പോ അങ്ങോട്ട് വിട്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. യാനേവ ഹത്വാ ന ജിജീവിഷാമഃ തേവസ്ഥിതാഃ പ്രമുഖേ ധാർത്തരാഷ്ട്രാഃ. ആരെ കൊന്നതിന് ശേഷം ഞാൻ അരനിമിഷം പോലും ജീവിക്കാൻ ഇഷ്ടപ്പെടില്ലയോ, ആ ഭീഷ്മനും ദ്രോണനും ഇവിടെ വന്ന് നിൽക്കണു. എവിടെയാ? ഒരു മുക്കിലോ ഒരു മൂലയിലോ 4-ാം നിരയിലോ 8-ാം നിരയിലോ ആണെങ്കിൽ തരക്കേടില്ല. ഒരാൾ പറയണു ഞാൻ സർവ്വസൈന്യാധിപനാണ് ഭീഷ്മൻ, തൊട്ടടുത്ത് ഭീഷ്മന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ ആചാര്യൻ. ആ ആചാര്യൻ പഠിപ്പിച്ചു തന്ന വിദ്യയെ എൻ്റെ കയ്യിലുള്ളൂ. ഉപായപ്പെട്ട ആചാര്യനൊന്നുമല്ല. അത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഈ ഭീഷ്മന്റെ പരിരക്ഷണത്തിൽ വളർന്ന ശരീരമാണ്, രക്തമാണ്, എല്ലാം എൻ്റെ ശരീരത്തിൽ. അവർ 2 പേരും ഇതാ മുമ്പിൽ നിൽക്കണു. അർജുന, നീ പടപൊരുതാൻ പോകുന്നുണ്ടോ? യുദ്ധം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ദാ മുൻനിരയിലാണ് ഞങ്ങള്. ഞങ്ങളുടെ മാറിടം പിളർന്ന് ഞങ്ങളെ നിരായുധരാക്കി തട്ടിത്താഴത്തിട്ടിട്ടല്ലാതെ ഈ സൈന്യത്തിന്റെ ഉള്ളിൽ നിനക്ക് കിടക്കാൻ പറ്റില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്
എതിർ സൈന്യത്തിന്റെ അധിപന്മാരായി നിൽക്കുകയാണ് അവര്. അപ്പൊ എന്റെ എത്ര പാഠവും ഉപയോഗിച്ചാലും അവരെ നേരിടാതെയും കൂർത്തുമൂർത്ത ശരങ്ങൾ അവരുടെ ശരീരത്തിൽ തുളച്ചു കയറത്തക്ക വിധത്തിൽ പ്രയോഗിക്കാതെയും ഈ യുദ്ധത്തിൽ മുൻപോട്ട് പോവാൻ സാധ്യമല്ല. അതുകൊണ്ട് എനിക്ക് എന്താ വേണ്ടത്? എന്നാൽ അങ്ങ് പറയുന്നുണ്ട്, എന്റെ മനസ്സിൽ ഹൃദയ ദൗർബല്യമാണ് വന്നു കൂടിയിരിക്കുന്നത്, തുച്ഛമാണ്, ക്ഷുദ്രമാണ്, അത് വിട്ട് എണീക്കണം, യുദ്ധം ചെയ്യണം എന്നങ്ങനെ പറയുന്നുണ്ട്. അങ്ങ് പറയുന്നത് ഞാൻ ബുദ്ധി കൊണ്ട് ഒരളവ് വരെ സമ്മതിച്ചാൽ പോലും എന്റെ മനസ്സ് വൈകാരികമായി ഒരു കടുകട ഇത് അനുവദിക്കുന്നില്ല. അപ്പൊ എനിക്ക് എന്താ പറയാനുള്ളത്? ഇതേ പറയാനുള്ളൂ. കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യശ്രേയസ്യാന്നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. ഇതേവരെ വ്യാസദേവൻ എഴുതി വച്ചിട്ടുള്ള വിവരങ്ങളിൽ ഈ ഒരൊറ്റ ശ്ലോകമാണ് എക്കാലത്തേക്കും മനുഷ്യ മനസ്സിൽ സദാ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ എപ്പോഴും നിൽക്കേണ്ട, പ്രകാശിക്കേണ്ട ഒരു ശ്ലോകമാണിത്. അർജുനനെ പോലെ നിസ്തുലനായിരിക്കുന്ന ധീരവീര യോദ്ധാവ്, അജയ്യനായ യോദ്ധാവ്, ഗാണ്ഡീവധാരി, പാശുപതാസ്ത്രം കൊണ്ട് അജയ്യനായി തീർന്നിട്ടുള്ള ആ യോദ്ധാവ് പറയുന്ന വാക്കാണ് എവിടെ? പടക്കളത്തിൽ വെച്ച് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട് വന്നിട്ടുള്ള തേർത്തടത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്. നിൽക്കല്ല, അപ്പോഴേക്ക് ഇരുന്ന് കഴിഞ്ഞു. കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ. കാർപ്പണ്യം എന്ന് പറയുന്ന ദോഷം പിടിപെട്ടു എന്ന്. ആദ്യം പറഞ്ഞത് എന്താ? കൃപയാ പരയാവിഷ്ടോ വിഷീദന്നിതമബ്രവീത്. അസാധാരണമായിരിക്കുന്ന കൃപ, ആ ആവേശം കൊണ്ട്, ആ കൃപയുടെ ആധിക്യം കൊണ്ട് അങ്ങോട്ട് സംസാരിച്ചു എന്നാ പറയണത്. ഇപ്പൊ പറയണത് അർജുനൻ തന്നെ പറയണത് എന്താ? മറ്റത് സഞ്ജയന്റെ വിവരണമാണ്. കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ. എന്റെ പ്രകൃതി ഉണ്ടല്ലോ, എന്റെ പ്രകൃതം, ആ പ്രകൃതത്തെ കാർപ്പണ്യം എന്ന് പറയുന്ന ദോഷം ക്രമത്തിലധികം ആക്രമിച്ച് കീഴടക്കിയിരിക്കണമെന്ന്. പ്രേക്ഷകരെ, ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. എവിടെ നമുക്ക് സങ്കടം വരുന്നുവോ, എവിടെ വൈകാരികമായ തകർച്ച വരുന്നുവോ, അപ്പൊ മനസ്സിലാക്കിക്കോളൂ, മനുഷ്യന്റെ ഉള്ളിൽ കാർപ്പണ്യദോഷമാണതിന് കാരണം. നാം സന്തോഷമായി സൗഭാഗ്യത്തോടുകൂടി സാഫല്യം പ്രതീക്ഷിച്ചുകൊണ്ട് സധീരം സ്ഥിരതയോടുകൂടി ജീവിക്കേണ്ടവരാണ്. ചെറുപ്പം മുതൽക്ക് നമ്മുടെ ജീവിത രീതി എങ്ങനെയാവണം? മനോവൈഭവം ഊട്ടി വളർത്തി ബുദ്ധിയുടെ ആ മേന്മ കൂടുതൽ നമ്മൾ വളർത്തിയെടുത്ത് വരേണ്ടവരാണ്. നമ്മുടെ വ്യക്തിത്വം ഉൾവ്യക്തിത്വമാണ്. നമുക്ക് ശരീരം ഉപകരണം മാത്രമാണ്. ഉൾവ്യക്തിത്വത്തിൽപ്പെട്ട മനസ്സും ബുദ്ധിയും വിനിയോഗിച്ച് ചെയ്യുന്ന പ്രവൃത്തിയെ ശരീരം എന്ന ഉപകരണത്തിനുള്ളൂ. അതിന് സ്വയം പ്രവർത്തിക്കാനുള്ള ശക്തിയില്ല. അപ്പൊ ജന്മം മുതൽക്ക് നമ്മുടെ മാതാപിതാക്കൾ നമ്മളിൽ എന്തു വേണം? ഉൾഗുണം, ഉൾമൂല്യം, ഉൾസമ്പത്ത്, ഉൾമികവ്, ഉൾസ്ഥൈര്യം, ഉൾശക്തി, ഉജ്ജ്വലത അത് വളർത്താൻ പറ്റിയ തരത്തിൽ വേണം നമ്മളോട് സംസാരിക്കാൻ, നമ്മളുമായി പെരുമാറാൻ. നമുക്ക് കഥകൾ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ആ കഥകൾ അങ്ങനത്തതാകണം. അതിനാണ് രാമായണം, അതിനാണ് മഹാഭാരതം, അതിനാണ് ശ്രീമദ് ഭാഗവതം, അതിനാണ് അനവധി മറ്റു പുരാണങ്ങൾ. പുതിയ നോവലൊന്നുമല്ല നമുക്ക് ആവശ്യം. ഈ കാര്യങ്ങൾ സാദൃശ്യത്തോടുകൂടി താദാത്മ്യത്തോടുകൂടി നമുക്ക് വിവരിച്ചു തരണം. ഓരോന്ന് പറയുമ്പോഴും ചോദിക്കണം, നീയാണെങ്കിൽ എന്തു ചെയ്യും? കൈകേയി പറഞ്ഞുടനെ രാമൻ സൂര്യാസ്തമനത്തിന് മുൻപ് അയോധ്യ വിട്ടുകളയും എന്നൊരൊറ്റ വാക്കിൽ പറഞ്ഞു. നീയാണെങ്കിൽ എന്തു ചെയ്യും എൻ്റെ മോളെ എന്ന് ചോദിക്കണം. അപ്പോഴേ അവർ മറുപടി പറയുള്ളൂ. അല്ലെങ്കിലോ പഴയ കഥ ഒരു പുരാണം കേൾക്കുക, ഉറങ്ങുന്നവരെ എന്തെങ്കിലും കേൾക്കണമല്ലോ, ആയിക്കളയാം. ഉറക്കത്തിന് വേണ്ടിയല്ല ഈ കഥ പറയുന്നത്. ഉറക്കത്തിന് മുമ്പ് ഉണർവിൽ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കയറണം എന്ന് വിചാരിച്ച് പറയുന്നതാണ്. കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ. കൃപണത്വം എന്താ അതിനർത്ഥം? കാർപ്പണ്യം എന്ന് പറഞ്ഞാൽ ഒരാളുടെ കയ്യിൽ ധാരാളം പണമുണ്ട്, സ്വത്തുണ്ട്, എന്തെങ്കിലും കൊടുക്കണം, ഭാര്യയ്ക്ക് ഒരു സാരി പോലും മേടിക്കണമെങ്കിൽ അത്ര വിലപിടിച്ചത് വേണോ എന്ന് ചോദിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. പിന്നെ ചിലരുണ്ട്, ഭാര്യയ്ക്ക് ഒരു സാരി എത്രയും വില പിടിച്ച് മേടിക്കും. ആ ഭാര്യ പറയാ, എൻ്റെ അനിയത്തിക്ക് ഒരു സാരി മേടിച്ചു കൊടുത്താൽ കൊള്ളാമെന്ന്. എത്ര ഉറുപ്പിയുടെ വേണം? ഒരു 2000 വേണം, അത്ര വേണം.
വേണോ? ഒരു 1000 പോരെ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്താ? ഭാര്യയുടെ സന്തോഷത്തിനാണ് അനുജത്തിക്ക് ഒന്ന് കൊടുക്കണം തോന്നി. കൊടുക്കണത് എപ്പോഴും നല്ലതാണല്ലോ. അപ്പൊ അവൾക്ക് തോന്നിയാൽ 2000 അല്ല, വേണ്ടി വന്നാൽ തിരുകൂടി ആയിക്കോട്ടെ എന്നല്ലേ ഒരു നല്ല ഭർത്താവ് പറയേണ്ടത്. അത് പറയില്ല. അതിന് ദോഷം എന്താ? കാർപ്പണ്യ. വെറും പിശുക്ക് തന്നെയാ അത്. തൻ്റെ ഭാര്യയ്ക്ക് എത്രയും ആവാം, എനിക്ക് കാണാമല്ലോ. ഭാര്യയുടെ അനിയത്തിക്ക് ഒന്ന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് വല്ലവരുടെ വീട്ടിലല്ലേ എന്നൊരു തോന്നല്. പക്ഷെ ഭാര്യയ്ക്കല്ലേ ഈ കൊടുക്കുന്നത്, അവരുടെ സന്തോഷത്തിനല്ലേ. അപ്പൊ ഈ കാർപ്പണ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. ചിലരുണ്ട് സ്വന്തം കുട്ടികൾക്ക് പോലും കളിക്കോപ്പ് പോലും മേടിച്ചു കൊടുക്കില്ല. കളിക്കാലത്ത് കളിക്കാനുള്ളതാണ്, ചെറുപ്പകാലത്ത് കളിക്കാനുള്ളതാണ് കളിക്കോപ്പ്. അതൊക്കെ വിട്ട് നമ്മൾ ഉയരും. ആ സമയത്ത് അത് വേണ്ട, കുട്ടികൾക്ക് അതാണ് വേണ്ടത്. അപ്പൊ മുതിർന്നവർക്ക് ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നത് പോലെയാണ് കുട്ടികൾക്ക് കളി സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാറ്റിലും ഒരു തോത് വേണം, ഒരു തോത്, ഒരു പ്രപ്പോർഷനേറ്റ് ലെവൽ, ദാറ്റ് ലെവൽ ഓഫ് തിങ്കിങ്, അതങ്ങനെ വേണം. അപ്പൊ കാർപ്പണ്യം എന്ന് പറയുന്ന ദോഷം, ഇതിന് ചെറിയ അർത്ഥം മുതൽക്ക് വലിയ അർത്ഥമുണ്ട്. പറയാണ്, യഹ അൽപാം സ്വൽപാമപി സ്വക്ഷതിം ന ക്ഷമതേ സകൃപണഃ തദ്വിധത്വാത്. ഒരു ചെറിയ മുള്ളുകുത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കോറി, ഓ എന്തത്, ഇടയ്ക്കൊക്കെ ഒന്ന് വീഴുക, വല്ല മുറിവൊക്കെ ഒന്ന് ഏൽക്കുക, ഇതൊക്കെ സ്വാഭാവികമല്ലേ. ചെറിയ ഒരു ക്ഷതം പോലും ഏൽക്കാൻ പറ്റാത്തതായ ആ കടുക് മനസ്സുണ്ടല്ലോ, നമ്മുടെ മനസ്സ് ദുഃഖിക്കാനും തയ്യാറാവണം, സുഖിക്കാനും തയ്യാറാവണം, ബാക്കിയുള്ളവർക്ക് സുഖം നൽകാനും തയ്യാറാവണം. അങ്ങനെ എല്ലാറ്റിനും തയ്യാറായിട്ടുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. അപ്പൊ വേദനയാണെങ്കിലും കുറെയൊക്കെ വേദന അനുഭവിക്കണം. ഒരു കുട്ടി എങ്ങാനും വീണാ എടുത്തു പോയിട്ട് എന്തൊക്കെയാ ചെയ്യാ? എടുക്കും. ആരാ? എവിടെയാ വീണതല്ലേ? ടപ്പ് 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 നിലത്തിനെ അടിച്ചു പഠിപ്പിക്കുക. ഇതാണോ വേണ്ടത്? ഹൈ, വീണു, അതിനിപ്പോ എന്താ, സാരല്ല. ഇങ്ങനെ എത്രയോ ഞങ്ങൾ വീണിട്ടുണ്ട്, ഇനിയും വീഴാൻ പോണു, മിണ്ടാണ്ടിരിക്കൂ, ഇത് സാധാരണയാണെന്ന് കുട്ടികളോട് പറഞ്ഞാൽ അതും ആ കുട്ടികൾ മനസ്സിലാക്കും. അതൊന്നും നമുക്ക് പറയാനറിയില്ല. അപ്പൊ ക്ഷതമേൽക്കാൻ അഖിലോ അനാത്മവിത് അപ്രാപ്ത പരമപുരുഷാർത്ഥതയാ കൃപണോ ഭവതി. മനുഷ്യ ശരീരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മൃഗങ്ങളുടെയും ജന്തുക്കളുടെയും ഇഴജന്തുക്കളുടെയും പക്ഷികളുടെയും ശരീരം പോലെയുള്ളതല്ല. ഇത് മനുഷ്യ ശരീരമാണ്. മനുഷ്യൻ എങ്ങനത്തതാ മനുഷ്യ ശരീരം? ഉത്തമാംഗം ഒന്നുണ്ട് നമുക്ക്. ഏതാ ഉത്തമാംഗം? നമ്മുടെ തല, പുരികത്തിന് മുകളിലുള്ള ഭാഗം. അവിടെ ഒരവയവവും ഇല്ല. ആ പുരികത്തിന് താഴെയുള്ള അവയവങ്ങളെ മുഴുവനും പ്രവർത്തിപ്പിക്കുന്ന വിശേഷപ്പെട്ട ഒരു യജമാന ദൗത്യമാണ് നമ്മുടെ മസ്തിഷ്കത്തിന്, തലച്ചോറിനുള്ളത്. ആ തലച്ചോറ് ഉപയോഗിച്ചേ നമ്മുടെ കൈകാലുകൾ അനങ്ങാവൂ, നാവ് സംസാരിക്കാവൂ. എല്ലാം തന്നെ ആലോചിച്ച സുചിന്തിതമായി ആര്യത്വം അതിന് വിധേയമായിട്ട് വേണം പ്രവർത്തിക്കാൻ. ഇതാണ് നമുക്ക് ആവശ്യം. എന്നിട്ടോ നമ്മൾ എത്ര കാലം ജീവിക്കും? 80, 85, 90, 95 കൊല്ലം കഴിയും. അത് കഴിഞ്ഞാൽ ആ കാലത്തിന്റെ യവനിക അതിൽ പോവായി. നിങ്ങൾക്ക് മുത്തശ്ശന്റെ പേരറിയോ? അറിയില്ല. അദ്ദേഹം ഉപയോഗിച്ച എന്തെങ്കിലും ഒരു സാധനം നിങ്ങളുടെ അടുത്തുണ്ടോ? ഇല്ല. അദ്ദേഹം പറഞ്ഞ വാക്കെന്തെങ്കിലും ഒന്ന് കേൾക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങളും കുറച്ചു കാലം കഴിഞ്ഞാൽ എന്തു ചെയ്യും? ഒരൊറ്റ ആളും അറിയില്ല നിങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. ഈ ലോകം മുഴുവനും നശ്വരമാണ്. എന്നാൽ ആ നശ്വരത മാത്രം അനുഭവിച്ചു പോകാനുള്ളതാണോ മനുഷ്യജന്മം എന്ന് ചോദിച്ചാൽ അല്ല. മനുഷ്യനൊരു മനസ്സുണ്ട്. മനസ്സിനെ നയിക്കാൻ, ദിശ നൽകാൻ ഒരു ബുദ്ധിയുണ്ട്. ഈ മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് ലോകത്തെയും ലോകാനുഭവങ്ങളെയും അസ്സലായി പരിശോധിച്ചു നോക്കുക. അങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ മനസ്സാണ് ശരീരമുണ്ടെന്ന് പറയുന്നത്. സർവ അനുഭവങ്ങളും മാനസമാണ്, ആന്തരമാണ്. ശരീരമുണ്ടെന്ന് പോലും മനസ്സ് നൽകുന്ന അനുഭവമാണ്. ജീവിതത്തിൽ നിങ്ങൾ ഒരു ആനയെ കണ്ടോളൂ, പന്തല് കണ്ടോളൂ, സൂര്യനെ കണ്ടോളൂ, ചന്ദ്രനെ കണ്ടോളൂ. കാലത്ത് സൂര്യൻ ഉദിക്കണു, എത്രയോ ലക്ഷം കിലോമീറ്റർ ദൂരെയാണ് സൂര്യമണ്ഡലം. അത് എവിടെയോ ആകാശത്തിൽ ഉദിക്കണത് നാം ഇവിടെ ഒരു കോണിൽ, ഭൂമിയുടെ കോണിലിരുന്ന് കാണുന്നു. ഈ കാഴ്ച നടക്കുന്നത് പുറത്തോ അതോ അകത്തോ? നിങ്ങൾ സൂര്യന്റെ അവിടേക്ക് ചെന്നോ? ചെന്നില്ല. സൂര്യൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നോ? വന്നില്ല. പിന്നെ സൂര്യനെ കണ്ടത് എവിടെയാ? സംശയമാണല്ലേ? കണ്ണിന്റെ ഒരു 1/2 മില്ലിമീറ്റർ പുറത്ത് കാണുന്നുണ്ടോ നിങ്ങൾ? അനുഭവം അകത്താണ്. ഇത്രയധികം ദൂരത്തുള്ള കോടാനുകോടി
മൈലോ കിലോമീറ്ററോ ദൂരമുള്ള നക്ഷത്രങ്ങളെ കൊച്ചു 2 കണ്ണുകളിലൂടെ നമ്മുടെ മനസ്ഥലത്തിൽ നാം പതിപ്പിച്ചെടുക്കണു. അപ്പൊ നിങ്ങളുടെ മനസ്സിന്റെ വൈഭവം എത്രയുണ്ടെന്ന് പറയൂ. ഈ ലോകത്തിനോ വൈഭവം കൂടുതൽ, അതോ ഈ ലോകത്തിന് ഒരു കണ്ണാടി പോലെ കാണിച്ചു തരുന്ന മനസ്സിനോ വൈഭവം കൂടുതൽ? എത്ര ആളുണ്ട് ഇവിടെ പറയാൻ? മനസ്സ്, മനസ്സ്, മനസ്സ്. ഇതാണ് ഭാരതം. നമ്മുടെ ശരീരം പിറന്നു, വളർന്നു, ക്ഷയിച്ചു, അവസാനം വീഴും. അതിൻ്റെ ഉള്ളിൽ വീഴാതെ, ജനിക്കാതെ, മരിക്കാതെ ഈ ലോകത്തെ മുഴുവൻ പ്രതിബിംബിച്ചു തരുന്ന ഒരു ആന്തര തലമുണ്ട്. അതിനെയാണ് നാം മനസ്സ് എന്ന് പറയുന്നത്. ശരീരം പരിമിതമാണ്, ശരീരത്തിന്റെ ഉള്ളിലുള്ള മനസ്സ് പരിമിതമല്ല, ബുദ്ധി പരിമിതമല്ല, അന്തരാത്മാവ് തീരെയല്ല. ആ ആത്മതലത്തിന്റെ വൈഭവം മനസ്സിലാക്കി പുറം ദൃശ്യങ്ങളെക്കാൾ എത്രയോ ഉത്കൃഷ്ടമാണ്, ശ്രേയസ്കരമാണ്, വില കൂടിയതാണ്, അനശ്വരമാണ് ഉള്ള് എന്ന് മനസ്സിലാക്കി ആ ഉള്ളിലേക്ക് മുങ്ങി അവിടെ ഊളയിട്ട് അതിൽ നിന്നുള്ള മുത്തുകളും രത്നങ്ങളുമെല്ലാം കടഞ്ഞെടുത്ത് നമ്മുടെ മനസ്സിൽ കഴുത്തിൽ നെക്ലസ് പോലെ അണിഞ്ഞ് അങ്ങനെ അമരരായി ജീവിക്കേണ്ടവരാണ് നാം. ആ അമരത്വം കൈക്കലാക്കാതെ ആര് പോകുന്നുവോ ഇവിടുന്ന്, അവരാണ് കൃപണന്മാര്, പിശുക്കന്മാര്. മനുഷ്യ ശരീരം കിട്ടി, മനുഷ്യന്റെ ബുദ്ധിയുണ്ട്, മനുഷ്യന്റെ മനസ്സുണ്ട്, എന്നിട്ടും ഈ ലോകത്തിന് നശ്വരമായ ലോകവസ്തുക്കളെ കണ്ട് അതിലങ്ങോട്ട് മകിഴ്ന്ന് പട്ടിയും പൂച്ചയും പോകുന്ന മാതിരി ചെത്തങ്ങോട്ട് പോയി. ഇതിനല്ല മനുഷ്യജന്മം. മനുഷ്യജന്മം ഉള്ളഴക് വർദ്ധിപ്പിക്കാനാണ്, ഉള്ളുണർവ് മനസ്സിലാക്കാനാണ്, അന്തരാത്മാവായി പുണരാനാണ്. യോവാ ഏതദക്ഷരം ഗാർഗി അവിദിത്വ അസ്മാല്ലോകാത് പ്രൈതി സകൃപണഃ. യാജ്ഞവൽക്യൻ തന്റെ ഭാര്യ ധർമ്മപത്നി മൈത്രേയിയോട് പറയാണ്, ഈ ലോകത്തിൽ നിന്ന് ആരാണോ ആത്മാവിനെ മനസ്സിലാക്കാതെ ക്ഷരമല്ലാതെ അക്ഷരമായി അനശ്വരമായി നിൽക്കുന്ന തന്റെ സ്വത്വം, ഞാൻ എന്ന് പറയുന്ന അസ്മിതയുണ്ടല്ലോ, ഞാൻ എന്ന വാക്കുകൊണ്ട് നിങ്ങൾ സൂചിപ്പിക്കുന്നത് ശരീരത്തെയല്ല, മനസ്സിനെയുമല്ല, ബുദ്ധിയുമല്ല, അഹങ്കാരത്തെയുമല്ല, ഇതെല്ലാം വിട്ടുള്ള ഒരു അസ്തിത്വമാണ്. ആ ഞാൻ എന്ന പദം കൊണ്ട് സൂചിപ്പിക്കണു. എല്ലാവരും ഞാൻ എന്ന് പറയുന്നുണ്ടല്ലോ. ആ ഞാൻ ശരീരമല്ല, പുറത്തുള്ളതുമല്ല, അകത്തുള്ളതാണ്. ഉള്ളത് കൊണ്ടല്ലേ പറയുന്നത്. അപ്പൊ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. ആ അറിവിനെ ഒന്നും കൂടി വിടർത്തി, ഒന്നും കൂടി പരിഷ്കരിച്ച്, ഒന്നും കൂടി ശുദ്ധമാക്കി നല്ല പോലെ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്കറിയാം, ഈ ലോകം ക്ഷരമായിരിക്കെ, നശ്വരമായിരിക്കെ, അനശ്വരത എന്റെ ശരീരത്തിന്റെ ഉള്ളിലാണ് സദാ കുടികൊള്ളുന്നത്. ശ്രീമദ് ഭാഗവതത്തിൽ കൃഷ്ണൻ പിങ്കളയുടെ വാക്കുകൾ ഉദ്ധരിച്ച് ഉദ്ധവനെ ഉപദേശിക്കുന്നു. സന്തം സമീപേ രമണം രതിപ്രദം വിത്തപ്രദം നിത്യമിമം വിഹായ അകാമദം ദുഃഖഭയാധിശോകമോഹപ്രദം തുച്ഛമഹം ഭജേജ്ഞ. ഈ വിദേഹനഗരിയിൽ എന്നെപ്പോലെ തുച്ഛയായി ലോകത്തിൽ ആരുമില്ല. ഞാൻ ഇങ്ങനെ ഒരു അഭിസാരികയായി കഴിഞ്ഞുകൂടിയല്ലോ. ഓരോ ദിവസം ആര് വരും, ഏത് പുരുഷൻ വരും 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 എന്ന് വിചാരിച്ച് പിന്നാലെ നടന്നു, ഇങ്ങനെ നോക്കി നോക്കി നിന്നു. ഛേ, ഇതിലേറെ മോശത്തരമുണ്ടോ, വങ്കത്വമുണ്ടോ? ഞാൻ അറിഞ്ഞില്ല. സന്തം സമീപേ രമണം രതിപ്രദം. കേൾക്കുന്നുണ്ടോ നിങ്ങള്? മനസ്സിലാക്കൂ, ഇതാണ് ഭാരതത്തിന്റെ സംസ്കാരം. മനുഷ്യനെ അവനവന്റെ ഉള്ളിനെ കുറിച്ച് ഉദ്ബുദ്ധമാക്കി തരുന്നതാണ് നമ്മുടെ സംസ്കാരം. പുറം കാണാൻ നമുക്ക് കണ്ണുണ്ട്, ഒരാളും കാണിച്ചു തരണ്ട. കേൾക്കാൻ നമുക്ക് ചെവിയുണ്ട്, ജനിക്കുമ്പോ തന്നെ ഉള്ളതാണ്, അത് കൂടൂല്ല കുറയൂല്ല. പക്ഷേ ഉള്ളു കാണാനാണ് നമുക്ക് പഠിക്കേണ്ടത്. കണ്ണുള്ളവൻ കാണും, നിറങ്ങൾ മനസ്സിലാക്കും, ആകൃതികൾ ഗ്രഹിക്കും. അതിനവര് സഹായം വേണ്ട, പരസഹായം വേണ്ട. പക്ഷേ കാണിച്ചു തരുന്ന കണ്ണിന്, മനഃക്കണ്ണിന്, മനസ്സുണ്ടെന്ന് പറഞ്ഞു തരുന്ന ബുദ്ധിക്കണ്ണിന്, ബുദ്ധിയുണ്ടെന്ന് പറയുന്ന അഹങ്കാരത്തിന്, അതിനും കൂടി കണ്ണായിരിക്കുന്ന അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണുമനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാനന്ദമെന്തു.
കേൾക്കുന്നുണ്ടോ കൂട്ടരെ? നിങ്ങള് മറക്കോ? അത് നിങ്ങളെ വിശ്വസിക്കാമോ? എനിക്ക് സംശയമുണ്ട്. അർജുനന്റെ പൊലമ്പല് നോക്കൂ. കാർപ്പണ്യദോഷമാണ് നമ്മളെ പിടിപെട്ടിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും ഇതന്നെയാണ് നമുക്കുള്ള ദോഷം. എപ്പോഴെങ്കിലും നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നുണ്ടെങ്കിൽ ദോഷം കാർപ്പണ്യമാണ്. മനസ്സ് തളരുന്നുണ്ടെങ്കിൽ കാർപ്പണ്യദോഷം കൊണ്ടാണ്. ആ കാർപ്പണ്യദോഷം നീക്കുന്നതിനാണ് കൃഷ്ണൻ ഉപദേശിച്ച മാതിരിയുള്ള അധ്യാത്മശാസ്ത്രം, അധ്യാത്മമായിരിക്കുന്ന വീക്ഷണം നമുക്ക് ആവശ്യം വരുന്നത്. സന്തം സമീപേ രമണം രതിപ്രദം. എന്റെ ഉള്ളിൽ സദാ സമീപേ. സമീപേ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? അടുത്തെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ജീവിതം എന്ന് പറയുന്നത് നമ്മളും ലോകവസ്തുക്കളും തമ്മിലുള്ള സമ്പർക്കമാണ്. അതിൽ നമ്മളെന്ന് പറയുന്നത് ശരീരത്തിൽ ഒതുങ്ങി നിന്നു. ബാഹ്യമായി നമ്മുടെ വ്യക്തിത്വം അത് വിട്ടു പുറത്തേക്ക് പോണില്ല. ഒരാൾ കൈ നീട്ടി 1/2 മില്ലിമീറ്റർ അകലെ വിരൽ കൊണ്ടുവന്നാൽ എന്നെ തൊട്ടു എന്ന് ഞാൻ പറയില്ല. തൊക്കിൽ തൊട്ടാലേ തൊട്ടതായിട്ട് കണക്കാക്കുള്ളൂ. അപ്പൊ നമ്മുടെ വ്യക്തിത്വം പരിമിതമാണ്, ശരീരത്താൽ പരിമിതമാണ്. ആ പരിമിതമായ വ്യക്തിത്വം കൊണ്ട് വിസ്തൃതമായ ലോകവസ്തുക്കളുണ്ട്. ആ വസ്തുക്കളുമായി സമ്പർക്കം നടത്തുന്നതാണ് ജീവിതം. അങ്ങനെ ഈ വസ്തുക്കളെല്ലാം നമ്മൾ തേടി 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 പോകുമ്പോ പിങ്കള പറയണു സന്തം സമീപേ, എന്റെ ഏറ്റവും സമീപത്തിലുണ്ട്. ഏറ്റവും സമീപം എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണിന്റെ അടുത്ത് നിൽക്കുന്നതാണോ? അല്ല. ശരീരമാണോ? അല്ല. മനസ്സാണോ കൂടുതൽ സമീപം ശരീരത്തേക്കാൾ? ബുദ്ധി അതിലും സമീപസ്ഥം, അഹങ്കാരം അതിലും സമീപസ്ഥം. എല്ലാറ്റിനേക്കാളും സമീപമായിട്ടുള്ളത് താൻ തന്നെയാണ്. ഞാൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്ന അന്തരാത്മപ്രഭാവം, അതാണ് ഏറ്റവും സമീപം. അങ്ങനെ സമീപത്തിലിരിക്കുന്ന ആ അന്തരാത്മാവിനെ, ഭഗവാനെ ഞാൻ വിട്ടുകളഞ്ഞുല്ലോ. അദ്ദേഹം എങ്ങനത്തവനാ? സന്തം, എപ്പോഴും അവിടെ കുടികൊള്ളണു. സമീപേ, ഏറ്റവും അടുത്ത്. എന്റെ പറച്ചിൽ നിങ്ങൾക്ക് മനസ്സിലായോ? അടുത്ത് എന്നുള്ള വാക്കിന് പുറത്തുള്ളതെന്നോ അകത്തുള്ളതെന്നോ? ആ അകത്തും കൂടി മനസ്സല്ല, മനസ്സിനേക്കാൾ അടുപ്പം, ബുദ്ധിയേക്കാൾ അടുപ്പം, അഹങ്കാരത്തേക്കാൾ അടുപ്പം, എല്ലാം വിട്ടുള്ള അടുപ്പം എന്ന് പറഞ്ഞാൽ ആ ഉള്ളിന്റെ ഉള്ളിലുള്ളതാണ്. അവിടെ ഇരിക്കണു എന്റെ ഭഗവാൻ. സന്തം സമീപേ രമണം, രമിപ്പിക്കുന്നവനാണ്. രതിപ്രദം, രതിസുഖം തരുന്നതും ശരീരത്തിന് യുവത്വം നൽകി അതേ പ്രഭാവമാണ്. വിത്തപ്രദം, കൈകാലുകളും ബുദ്ധിയും ഉപയോഗിച്ച് നാം പണം സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അതിനും കാരണം ഉള്ളിലുള്ള ശക്തിയും ഉള്ളിലുള്ള പ്രഭാവവുമാണ്. അങ്ങനെ രമണനും രതിപ്രദനും വിത്തപ്രദനുമായ എല്ലായ്പ്പോഴും സ്ഥിതി ചെയ്യുന്ന ഈ ഉള്ളാത്മാവിനെ, ഉൾഭഗവാനെ വിട്ട് സന്തം സമീപേ രമണം രതിപ്രദം വിത്തപ്രദം നിത്യമിമം വിഹായ, നിരന്തരം അധിവസിക്കുന്ന ആ പ്രഭാവത്തിനെ വിട്ടുകളഞ്ഞ് അകാമദം ദുഃഖഭയാധിശോകമോഹപ്രദം, ഈ പുരുഷ കോമരങ്ങളുടെ പിന്നാലെ ഞാൻ പോയി, കോലങ്ങളുടെ പിന്നാലെ ഞാൻ പോയി, പുരുഷക്കോലങ്ങളുടെ പിന്നാലെ. അകാമദം, ഒരൊറ്റ ആള് ഞാൻ ആശിച്ചത് എനിക്ക് തന്നില്ല. തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടാമതൊരാളുടെ പിന്നാലെ പോവോ? എന്താ ഒരു മിണ്ടാതെ? ഒരാൾ എനിക്ക് വേണ്ടതൊക്കെ തന്നാൽ പിന്നെ രണ്ടാമത് പോവില്ലല്ലോ. അപ്പൊ വന്നവരൊക്കെ ഞാൻ ആശിച്ചത് തരാതെ പോയവരാ. പിന്നെ തന്നതോ ദുഃഖഭയാധിശോകമോഹപ്രദം. അയ്യോ, ഞാൻ ഈ കുരുത്തം കെട്ടത് ചെയ്തൂലോ. അവനവന്റെ ശരീരത്തിന് ബാക്കിയുള്ളവർക്ക് വേണ്ടി കൊടുക്കുക എന്ന് പറയുന്ന ആ വൃത്തിയുണ്ടല്ലോ, ഒരാളും ഇഷ്ടപ്പെടാത്തതാണ്. ഇത് ചെയ്തൂലോ ചെയ്തൂലോ ചെയ്തൂലോ. കിടന്നാ ഉറക്കം വരില്ല, വേർത്തുകൊണ്ട് തന്നെ ഇരിക്കും. മനസ്സിന് ദുഃഖം, ശരീരത്തിന് വേദന, ആധി വ്യാധി, ഇതൊക്കെയാണ് ഓരോരുത്തരുടെ സംസർഗം കൊണ്ടും എനിക്ക് കിട്ടിയത്. അകാമദം ദുഃഖഭയാധിശോകമോഹപ്രദം തുച്ഛമഹം ഭജേജ്ഞ. ഇങ്ങനെ തുച്ഛന്മാരായിട്ടുള്ളവരെ ഞാൻ ഭജിച്ചു കഴിഞ്ഞുകൂടിയല്ലോ. ഛേ ഛേ, വിദേഹാനാം പുരേ, ഈ വിദേഹപുരിയിൽ എന്നോളം ഹതഭാഗ്യായി ഒരാളുമില്ല എന്നിങ്ങനെ പറയുക. കാർപ്പണ്യദോഷത്തിന്റെ കാര്യമാണ് പറയണത്. അപ്പൊ ഉള്ളിലുള്ള ആ വിശേഷപ്പെട്ട വൈഭവത്തെ മനസ്സിലാക്കാതെ സാധാരണ നാം ഭഗവാൻ ഭഗവാൻ എന്ന് പറഞ്ഞ് പുറത്തു നോക്കുന്നുണ്ടല്ലോ, വാസ്തവത്തിൽ അത് ഉള്ളിലുള്ള വൈഭവമാണ്. അതിനെ ഗണിക്കാതെ ആര് പോകുന്നുവോ അവരാണ് ഈ കൃപണന്മാര്. നഹി
കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യശ്രേയസ്യാന്നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. കാർപ്പണ്യദോഷത്തിന് വിധേയമായി പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ. കൃഷ്ണൻ പറഞ്ഞതിൽ നല്ല അന്തസ്സാരമുണ്ടെന്ന് അർജുനന് മനസ്സിലായി. തനിക്ക് പറ്റിയിട്ടുള്ള അമളിയും ഒരളവ് വരെ വ്യക്തമായി. പക്ഷെ അത് വിട്ട് അങ്ങോട്ട് കിടന്ന് ചിന്തിക്കാനോ ഉയരാനോ സാധിക്കുന്നുമില്ല. അപ്പൊ കാർപ്പണ്യദോഷം തന്നെയാണ് എന്നെ പിടിച്ച് അമർത്തി വച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം സമ്മതിക്കുകയാണ്. എന്ത്? പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ. 13 കൊല്ലത്തെ തയ്യാറെടുപ്പോടുകൂടിയാണ് വന്ന് നിൽക്കുന്നത്. കൃഷ്ണ, അങ്ങയോട് ഞാൻ തേരാളിയായിരിക്കണമെന്നും പറഞ്ഞു, അതും സമ്മതിച്ചു. എന്റെ ആജ്ഞപ്രകാരവും ഇഷ്ടപ്രകാരവുമാണ് അങ്ങ് തേര് തെളിച്ചത്, ഭീഷ്മദ്രോണന്മാരുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയത്. ഇതൊക്കെ ശരിയാ. അപ്പൊ യുദ്ധം ചെയ്യണം, അങ്ങയും പറയണു ചെയ്യണമെന്ന്. പക്ഷെ എനിക്കാണെങ്കിൽ അത് സാധിക്കണില്ല. തെറ്റെന്നൊരു തോന്നൽ, തടസ്സവാദം ഉള്ളിൽ നിന്നുണ്ടാവണു. അങ്ങ് പറയണു ചെയ്യണമെന്ന്, അത് ഞാൻ സമ്മതിക്കണമുണ്ട്. അപ്പൊ ഞാൻ സമ്മതിച്ചു. ധർമ്മസമ്മൂഢചേതാഃ. ശരിയായിട്ടുള്ള ധർമ്മം എന്താന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സമ്മൂഢത്വം എനിക്ക് പിടികൂടിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് എനിക്ക് കരകയറണമെങ്കിൽ ഞാൻ മാത്രം വിചാരിച്ചാൽ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, യശ്രേയസ്യാന്നിശ്ചിതം ബ്രൂഹി തന്മേ യത് ശ്രേയഃ സ്യാത്. ഈ പരിസ്ഥിതിയിലും പോലും, ഈ പരിതസ്ഥിതിയിൽ പോലും, ഈ സാഹചര്യത്തിൽ പോലും എനിക്ക് എങ്ങനെ ആയാലാണ് ശ്രേയസ് കൈവരുക? മുത്തശ്ശനെ കൊന്നു, ആചാര്യനെ കൊന്നു, ഇവൻ കൃതഘ്നനാണ്, നിഷ്ഠുരനാണ്, കുടിലനാണ് എന്നുള്ളൊരു വാക്കോ നിലയോ എനിക്ക് വരരുത്. ഈ സന്ദർഭത്തിലും എനിക്ക് ശ്രേയസ് കിട്ടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ അത് പറഞ്ഞു തരൂ. കണ്ടുപിടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിശ്ചിതം ബ്രൂഹി തന്മേ. ആ പറയുന്നത് വളരെ കണിശമായിരിക്കണം, അസന്ദിഗ്ധമായി പറയണം. തിരിച്ചും മറിച്ചും ഒന്നും പറയരുത്. ഞാൻ ഓൾറെഡി ഇപ്പൊ തന്നെ ദുർബലനായിരിക്കുക, ചിന്തിക്കാനുള്ള ശക്തിയില്ല. അപ്പൊ ചെറിയ കുട്ടികൾക്ക് ബുദ്ധി ഉപദേശിക്കുന്നത് പോലെ, ഒരു ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്നത് പോലെ അങ്ങ് എനിക്ക് വേണ്ടതുപോലെയുള്ള ആ ഉപദേശം തരിക. അതിന്റെ ഉദ്ദേശം ശ്രേയസ് ഉറപ്പുവരുത്തുന്നതാണ്. വെറുതെ പടപൊരുതി യുദ്ധത്തിൽ ജയിച്ച് സിംഹാസനത്തിലിരുന്ന് സുഖഭോഗങ്ങൾ അനുഭവിച്ച് അങ്ങനെ ദീർഘകാലം കഴിഞ്ഞുകൂടണം എന്നല്ല എന്റെ ഉദ്ദേശം. നേരെ മറിച്ച് മനുഷ്യജന്മത്തിന് വിധിച്ചിട്ടുള്ള ശ്രേയപ്രാപ്തി ഉണ്ടല്ലോ, അതെനിക്ക് കൈക്കലാക്കാൻ സാധിക്കണം, അത് കിട്ടണം. അതിനു വേണ്ടിയിട്ടുള്ള ഉപദേശം പറഞ്ഞു തരൂ. എന്നിട്ട് എങ്ങനെയാ അവസാനിപ്പിക്കണത്? ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. ഞാൻ പഴയ അർജുനൊന്നും അല്ല കൃഷ്ണ, അങ്ങയുടെ ശ്യാലനുമല്ല. ആ നിലയൊക്കെ പോയി പമ്പ കിടന്നു. ഞാനിപ്പോ ഒരു ചെറിയ കുട്ടിയെ പോലെയാ. പടക്കളത്തിൽ വന്ന് അമ്പും വില്ലും ഗാന്ധിയും ഒക്കെ കയ്യിലുണ്ട്, ഇപ്പൊ കയ്യിലൊന്നും ഇല്ലല്ലോ, ഒക്കെ വഴുതി പോയി താഴത്തല്ലേ ഞാൻ ഇരിക്കല്ലേ ചെയ്യണത്. അങ്ങയുടെ ശിഷ്യനാണ്. ശാധിമാം ത്വാം പ്രപന്നം. അങ്ങയെ പൂർണ്ണമായി ശരണം പ്രാപിച്ചിരിക്കുന്നു. എന്നെ ഉപദേശിക്കൂ എന്നാ പറയണേ. ജീവിതത്തിൽ എപ്പോ നിങ്ങൾക്ക് തളർച്ച അനുഭവപ്പെടുന്നുവോ, എപ്പോ മോഹം വരുന്നുവോ, ഭ്രമം വരുന്നുവോ, നിങ്ങളുടെ ബുദ്ധി ഊഞ്ഞാലാടുന്നുവോ, അപ്പോഴൊക്കെ ഓർമ്മ വെച്ചോളൂ, നമ്മുടെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നത് കാർപ്പണ്യദോഷമാണെന്ന്. ആ കാർപ്പണ്യദോഷത്തെ തരണം ചെയ്ത് നമുക്ക് വേണ്ടതുപോലെ ചിന്തിക്കാനുള്ള ശക്തി ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ഒറ്റ വഴിയേ ഉള്ളൂ. അർജുനന് കൃഷ്ണൻ ഉപദേശിച്ച ആ ഭഗവത്ഗീത നിങ്ങളുടെ ജീവിതത്തിൽ സന്തത സഹചാരിയായിരിക്കട്ടെ. ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ അതൊരു ജീവിതശാസ്ത്രമാണ്, വ്യവഹാരശാസ്ത്രമാണ്, സമ്പർക്കശാസ്ത്രമാണ്. ആ ഭഗവത്ഗീതയ്ക്ക് ചുരുളഴിക്കാൻ കഴിയാത്ത ഒരു ഘട്ടവും ജീവിതത്തിൽ ഉണ്ടാവില്ല. എല്ലാറ്റിനും ഒരു പ്രതിവിധി, പരിഹാരം ഇതിലുണ്ട്. കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ. ഒന്ന് ചൊല്ലണോ എല്ലാവരും ഏറ്റ്? കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യശ്രേയസ്യാദ്
നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ചാധിമാം ത്വാം പ്രപന്നം. ഈ ഭീഷ്മരോടും ദ്രോണരോടും കൂടി എങ്ങനെ പൊരുതും എന്ന് ചോദിച്ചുവല്ലോ. ഈ ചോദിച്ചത് കാർപ്പണ്യദോഷം കൊണ്ടാണ്. മഹാഭാരതത്തിൽ പല രംഗങ്ങളുമുണ്ടല്ലോ. ആ രംഗങ്ങളിൽ അർജുനെ പറ്റി ഒരു കാര്യം എനിക്ക് ഓർമ്മ വരിക. പറയട്ടെ ഞാൻ നിങ്ങളോട്. മഹാഭാരതം മുഴുവനും ധർമ്മത്തിന്റെ ജയമാണ് വിവരിക്കുന്നത്. പക്ഷേ ജയം വളരെയധികം ദുസ്സാധ്യമായിട്ടുള്ള ജയമായിരുന്നു. മുമ്പ് പറഞ്ഞ മാതിരി കൂട്ടിപ്പിടിച്ച് കിടക്കുകയാണ് മനുഷ്യബന്ധങ്ങൾ. ആ ബന്ധങ്ങൾ വെച്ചുകൊണ്ട് നടന്ന സംഭവങ്ങൾ. ശല്യനെ അടക്കം വരുന്ന വഴിക്ക് റാഞ്ചി പിടിച്ചു ദുര്യോധനൻ. എന്നിട്ട് അങ്ങടുമില്ല എന്ന് പറഞ്ഞ് ശല്യന് പല ബുദ്ധിമുട്ടായി. വാഗ്ദത്തം കൊടുത്തു, അത് എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയുണ്ടായി. ദ്രോണാചാര്യനെ ആദ്യമായി കൂട്ടിക്കൊണ്ടുവന്ന് പാണ്ഡവന്മാരെയും കൗരവന്മാരെയും ഹസ്തിനപുരത്തിലുള്ളവരെയെല്ലാം പഠിപ്പിക്കാൻ ഏൽപ്പിച്ചത് ഭീഷ്മനാണ്. അങ്ങനെ എല്ലാ കുട്ടികളെയും ഒരുപോലെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോ ദ്രോണന്റെ മനസ്സിൽ തോന്നി ഈ അർജുനൻ അസാധാരണ പാടവമുള്ളവനാണ്. കർണനെയും പഠിപ്പിച്ചിട്ടുണ്ട് ദ്രോണൻ. ആ അർജുനെ സംബന്ധിച്ച് വെപ്പുകാരനോടൊരു കാര്യം പറഞ്ഞു. അർജുനന് രാത്രി മാത്രം ചോറ് വിളമ്പി കൊടുക്കരുതെന്ന്. രാത്രി ചോറ് വിളമ്പി കൊടുക്കരുത്. അങ്ങനെ എന്തോ കാരണത്താൽ ഒരു ദിവസം രാത്രി ഊണ് കഴിച്ചു. വിളക്ക് കെട്ടുപോയി. ഇന്നത്തെ കാലത്തുമാതിരി സ്വിച്ച് ഇടാനൊന്നും ഇല്ലല്ലോ. അപ്പൊ വിളക്കൊക്കെ തേടി പിടിച്ച് അവിടെ വെളിച്ചമുണ്ടാക്കുന്നതിന് മുൻപ് അർജുനൻ ഊണ് കഴിക്കുന്നത് നിർത്തിയില്ല. കയ്യിന് വായ്ക്കുള്ള വഴി അറിയാമല്ലോ. ഊണ് കഴിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നി, ഇരുട്ടിലും കയ്യിന് വായ്ക്കുള്ള വഴി അറിയാമല്ലേ, അതുകൊണ്ട് എനിക്ക് ഇനി രാത്രിയും ഞാൻ അസ്ത്രശസ്ത്ര വിദ്യ അഭ്യസിക്കാനാ പോണത് എന്ന് പറഞ്ഞ് അന്ന് മുതൽക്ക് രാത്രി ശീലിച്ചു തുടങ്ങി. അതുവരെ പകലേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കണക്കാക്കിയിട്ടാണ് ദ്രോണൻ പറഞ്ഞത്. അങ്ങനെ ഒരു ദിവസം വന്ന് നോക്കിയപ്പോ അർജുനൻ രാത്രി അമ്പെയ്ത് ശീലിക്കുന്നു. അതങ്ങോട്ട് കണ്ടപ്പോ തോന്നി, ഇവൻ മഹാകേമൻ തന്നെയാ. അത് കണ്ടിട്ട് ദ്രോണൻ പറഞ്ഞതാണ്, അഗസ്ത്യസ്യ ധനുർവേദേ ശിഷ്യോ മമ ഗുരുഃ പുര അഗ്നിവേശ ഇതി ഖ്യാതഃ തസ്യ ശിഷ്യോസ്മി ഭാരത. അഗസ്ത്യസ്യ ധനുർവേദേ ശിഷ്യോ മമ ഗുരുഃ പുര. അഗസ്ത്യൻ എഴുതിയിട്ടുള്ള ധനുർവേദമുണ്ടല്ലോ, ആ ധനുർവേദം എനിക്ക് പഠിപ്പിച്ചു തന്നത് അഗ്നിവേശൻ എന്ന് വളരെ ഖ്യാതനായിരിക്കുന്ന ഗുരുവായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഞാൻ. തീർത്ഥാത്തീർത്ഥം ഗമയിതും അഹമേതത് സമുദ്യതഃ തപസായന്മയാ പ്രാപ്തം അമോഘം അശനിപ്രഭം. ഒരു ഗുരു ശിഷ്യൻ ഉപദേശിച്ച്, ശിഷ്യൻ തന്റെ ശിഷ്യൻ ഉപദേശിച്ച്, അങ്ങനെ പരമ്പരാഗതമായി വരുന്നതാണ് പ്രധാനപ്പെട്ട വിദ്യകളൊക്കെ. അതിൽപ്പെട്ടതാണ് ഈ ധനുർവിദ്യ. ഞാൻ വളരെ കാലം തപസ് ചെയ്ത് സമ്പാദിച്ച ഒരു വിശേഷപ്പെട്ട അസ്ത്രമുണ്ട് എൻ്റെ. അതെങ്ങനെയാ? മിന്നൽ പ്രഭം, അതിന് സമാനം. തപസായന്മയാ പ്രാപ്തം അമോഘമശനിപ്രഭം. അത് എൻ്റെ കയ്യിലുണ്ട്. ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്ത് അത് നിലനിർത്തണം എന്നൊരഭിപ്രായം എൻ്റെ മനസ്സിലുണ്ട്. എനിക്ക് എങ്ങനെ ഗുരു ഉപദേശിച്ച ശിഷ്യൻ എന്നുള്ള നിലയ്ക്ക് എനിക്കുണ്ടോ, അതേമാതിരി ഞാൻ തപസ് ചെയ്ത് സമ്പാദിച്ചത് എനിക്ക് പറഞ്ഞു കൊടുക്കണം എന്നുണ്ട്. പക്ഷെ ആർക്കാ പറഞ്ഞു കൊടുക്കുക? വളരെയധികം ഗൗരവവും പ്രാധാന്യവും അപകടവും ഒക്കെ ഉള്ളതാണ്. അസ്ത്രം ബ്രഹ്മശിരോ നാമ യദ്ദഹേത് പൃഥിവീമപി ദദതാ ഗുരുണാ പ്രോക്തം ഗുരുണാ ചോക്തം ന മനുഷ്യേഷ്വിദം ത്വയാ. എന്റെ കയ്യിൽ ഒരു അസ്ത്രമുണ്ട്. ആ അസ്ത്രത്തിനാണ് ബ്രഹ്മശിരോസ്ത്രം എന്ന് പേര്. എന്ത്? ബ്രഹ്മാസ്ത്രമല്ല, ബ്രഹ്മശിരോസ്ത്രം എന്ന് പേര്. അത് യദ്ദഹേത് പൃഥിവീമപി, ഭൂമിയെ മുഴുവനും ദഹിപ്പിക്കാൻ ശക്തമാണത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മുടെ ന്യൂക്ലിയർ വെപ്പൺ എങ്ങനെയാ? നമ്മുടെ കയ്യിലുള്ള ന്യൂക്ലിയർ വെപ്പണിലെ ഏതാണ്ട് ഒരു ഭാഗം അമേരിക്കയുടെ കയ്യിലുള്ളതിന്റെ 4/1 പൊട്ടിച്ചാൽ മതി അത്രേ. ഭൂമി മുഴുവനും പൊടി ധൂലായി പോകുന്നു. ഇപ്പൊ ദ്രോണൻ പറയണു, വേദവ്യാസൻ പറയണു മഹാഭാരതത്തിൽ, ഈ പൃഥിവിയെ മുഴുവൻ ദഹിപ്പിക്കാൻ പറ്റിയതാണെന്ന്. ഭാരദ്വാജ വിമോക്തവ്യം അല്പവീര്യേഷ്വപി പ്രഭോ ത്വയാ പ്രാപ്തമിദം വീര ദിവ്യം നാന്യോർഹദിത്വിദം.
ആ ബ്രഹ്മശിരോസ്ത്രം ഞാനിതാ നിനക്ക് പറഞ്ഞു തരണു. അതോടുകൂടി എനിക്ക് നിനക്ക് തരാനുള്ള വിദ്യ മുഴുവനുമായി, ഇനി ഒന്നും ബാക്കിയില്ല. നീയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ എന്ന് പറഞ്ഞ് ബ്രഹ്മശിരോസ്ത്രവും കൊടുത്തതിന് ശേഷം സമയസ്തുത്വയാ രക്ഷ്യോ മുനിസൃഷ്ടോ വിശാംപദേ ആചാര്യ ദക്ഷിണാം ദേഹി ജ്ഞാതിഗ്രാമസ്യ പശ്യതഃ. ഞാനിതൊക്കെ നിനക്ക് തരണു, നീ ഇത് മനസ്സിലാക്കണു. എല്ലാവരും ജ്ഞാതികളൊക്കെ 4 ഭാഗത്തും ഉണ്ട്, നിനക്ക് തന്നു കഴിഞ്ഞു. ഇനി എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ബാക്കി വെപ്പൊന്നുമില്ല, കലവറയില്ല. ഇനി എനിക്കൊരു ഗുരുദക്ഷിണ തരണം, അതിന് നീ തയ്യാറാവണം എന്ന് പറഞ്ഞു അത്രേ. അപ്പൊ ഗുരുദക്ഷിണ തരാൻ തയ്യാറാവണം എന്ന് പറഞ്ഞു. ഞാനിത് മുമ്പ് പറഞ്ഞ കാര്യമാണ്, ഒന്നും കൂടി ആവർത്തിക്കണു. ചില ആൾക്കാർ പുതിയതായിട്ട് കേൾക്കാനുണ്ടാവുമല്ലോ. അത് പറഞ്ഞപ്പോ ശരി എന്ന് പറഞ്ഞ് സ്വീകരിച്ച ഗുരുദക്ഷിണ എന്തായാലും ഞാൻ തരാം. അപ്പൊ ഗുരുദക്ഷിണ തരണം എന്ന് പറഞ്ഞപ്പോ എന്തെങ്കിലും മനസ്സിൽ ഇരിപ്പുണ്ടാവുമല്ലോ, അതാണല്ലോ തരണം എന്ന് പറഞ്ഞത്. പറയേണ്ട ആവശ്യമില്ലല്ലോ. ദദാനീതി പ്രതിജ്ഞാതേ ഫാൽഗുനേനാബ്രവീത് ഗുരുഃ യുദ്ധേഹം പ്രതിയോദ്ധവ്യോ യുധ്യമാനസ്ത്വയാനഘ. എന്താ ഗുരുദക്ഷിണ? സമയം വരുമ്പോ നീ എന്നോട് യുദ്ധം ചെയ്യണമെന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ല എന്നാ തോന്നണേ. സമയം വരുമ്പോ നീ എന്നോട് യുദ്ധം ചെയ്യണം എന്ന് ഗുരു ശിഷ്യനോട് പറയാ. ഏകലവ്യന്റെ തള്ളവിരലേ മേടിച്ചുള്ളൂ. ഇവിടെ ഇപ്പൊ ദ്രോണൻ എന്താ ചെയ്യണത്? തന്നെ അർജുനന്റെ മുൻപിൽ ത്യജിക്കുകയാണ്. നീ എന്നെ യുദ്ധം ചെയ്ത് മാറ് പിളർത്ത് കൊല്ലണ്ടി വന്നാ കൊന്നോളൂന്ന്. അതിന് മീതിയാണോ തള്ളവിരൽ ചോദിച്ചത്? ഇതൊക്കെ എന്തിനാ പറയണത് ചെയ്യണത് എന്ന് ചോദിച്ചാൽ ധർമ്മദൗത്യം നിർവഹിക്കാൻ. ദ്രോണനും ഭീഷ്മനും ദുര്യോധന്റെ പക്ഷത്തിൽ സാധാരണ നിലയ്ക്ക് നിന്ന് യുദ്ധം ചെയ്ത് അവർ പൂർണ്ണ സമയവും യുദ്ധം ചെയ്ത് തന്നെ തുടർന്നെങ്കിൽ ഈ പാണ്ഡവന്മാരോ ആരും ജയിക്കാൻ പോണില്ല. അതേ സമയത്ത് ധർമ്മജയത്തിന് ദുര്യോധനാദികൾ മുഴുവൻ നശിച്ച് ബാക്കിയുള്ളവരാണ് മിച്ചം വരേണ്ടത്. അപ്പൊ അത് നിർവഹിക്കാൻ വേണ്ടി പല ഘട്ടങ്ങളും ദുർഘട്ടങ്ങളും ഉണ്ടാവുകയാണ്. അതിൽപ്പെട്ട ഒന്നാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അർജുനന്റെ മനസ്സിൽ പിന്നെയും സംശയം. ദ്രോണാചാര്യനോടുകൂടി പൊരുതാൻ, ഭീഷ്മനോടുകൂടി പൊരുതാൻ. അതാണ് ഈ കാർപ്പണ്യദോഷം എന്ന് പറഞ്ഞ് എനിക്ക് ശ്രേയസ് ഉപദേശിക്കണം എന്ന് ചോദിക്കാൻ കാരണം. ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ? മനുഷ്യജീവിതത്തിൽ ശ്രേയസ് അഭിലഷിക്കാൻ ഇന്ന സന്ദർഭമേ വൈക്കൂ എന്നില്ല. നിങ്ങൾക്ക് പലർക്കും ഒരു അഭിപ്രായമുണ്ട്. ഭഗവത്ഗീത എപ്പോഴാ കേൾക്കുക? ഇപ്പൊന്നുമല്ല മോളെ അങ്ങോട്ട് ചെല്ലരുത് കേട്ടോ, സത്രശാലയ്ക്ക് പോകാൻ പാടില്ല. അവിടെ മോക്ഷശാസ്ത്രമാണ് ഡിസ്കസ് ചെയ്യണത്, ചർച്ച ചെയ്യണത്. അത് കേൾക്കാൻ ഒരു സമയമുണ്ട്. എപ്പോഴാ? തല നരച്ചിട്ട്. നിനക്ക് പേരക്കിടാങ്ങളൊക്കെ ഉണ്ടാവട്ടെ, എന്നിട്ട് വീട്ടിലുള്ളവർക്ക് ഇവിടെ എങ്ങനെയായാലും പോയാൽ കൊള്ളാമെന്ന് തോന്നുമ്പോൾ അവിടെ ചെന്നിരുന്നോളൂ ചെയറിലെന്ന്. ഇതാണ് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. ശ്രേയസ് തേടാനായി ഒരു സമയത്തും നമ്മൾ നീക്കി വെക്കരുത്. പടക്കളത്തിൽ പോലും അർജുനൻ തേടുന്നത് ശ്രേയസ്സാണ്. എവറി ഒക്കേഷൻ ഈസ് സൂട്ടബിൾ ഫോർ ആസ്പയറിംഗ് ടു ഹാവ് ശ്രേയസ്, the ultimate good, the everlasting happiness of life. Don't say this particular situation is necessary or I must reach a certain age in my life. Certainly not. ഒരിക്കലുമല്ല. Every life situation is suitable for making a cardinal enquiry after the shreyas, the supremely felicitous objective of life. ശ്രേയസ് എന്നുള്ള വാക്കിന് തന്നെ ഇംഗ്ലീഷിലെ അർത്ഥം ഫെലിസിറ്റി എന്നാണ്. അത് എപ്പോ വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും തേടാം. പടക്കളത്തിൽ വന്നത് യുദ്ധത്തിനാണ്. അവിടെ നിന്ന് ശ്രേയസ് തേടരുത്, മോക്ഷശാസ്ത്രം തേടരുത് എന്നൊന്നില്ല. ഈ ശ്രേയസ് കിട്ടാതെ അർജുനന് പടപൊരുതാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾക്ക് ശ്രേയസ് കിട്ടിയാൽ മാത്രമേ ദാമ്പത്യ ജീവിതം വേണ്ടതുപോലെ നടത്താൻ പറ്റുള്ളൂ. മാതൃപിതൃത്വം വേണ്ടതുപോലെ സഫലീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. നല്ലൊരു ഉദ്യോഗം കിട്ടിയാൽ നിഷ്പക്ഷമായി വളരെ ഉഷാറോടുകൂടി എന്ത് ഉദ്യോഗം കയ്യിൽ കിട്ടിയാലും അത് ഭരിക്കാൻ പറ്റുന്നത് ശ്രേയസ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. നമുക്ക് ഇത്രയധികം സ്കാം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നത് എന്തിനാ? ആ ഉദ്യോഗ കസേരയിലൊക്കെ അങ്ങോട്ട് ഇരുന്നു, അവർക്ക് ശ്രേയസിനെ പറ്റി ഒരു ബോധവുമില്ല, പ്രേയസ് മാത്രമേ അറിയുള്ളൂ. അതാണ് കണ്ടിട്ടും കാണാതെയും കട്ട് മുടിക്കണത് അവര്. കുറച്ചെങ്കിലും ഒരു ബോധം ഭഗവത്ഗീതയെ പറ്റിയോ ഈ സംസ്കാരത്തെ പറ്റിയോ ഉണ്ടെങ്കിൽ ഒരൊറ്റ ആൾ ഇവിടെ സ്കാം ചെയ്യാൻ പുറപ്പെടില്ല.
എന്തൊക്കെയാണ് നടന്നിരിക്കുന്നത്? ഒരു ആദർശ സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു സൊസൈറ്റി ഉണ്ടാക്കി എല്ലാവരും കൂടി. അതിവിടെ അന്വേഷിച്ച് അവസാനം 3 മുഖ്യമന്ത്രിമാര് അടങ്ങുന്നവരോട് എല്ലാവരോടും അടക്കം അവരെല്ലാം കുറ്റവാളികളാണ് അതില് എന്ന് പറഞ്ഞ ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ ഒരു തീരുമാനം വന്നു. നിങ്ങൾക്ക് അറിയാമോ? അറിയോ? ജുഡീഷ്യൽ കമ്മീഷന്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിനെ നമ്മുടെ മഹാരാഷ്ട്ര ഗവർണർ എന്ത് ചെയ്തിരിക്കണു? അദ്ദേഹത്തിന്റെ ഗവർണർ പദം നിയോഗിച്ച് തള്ളി അങ്ങോട്ട് കളഞ്ഞിരിക്കുന്നു. ഇദ്ദേഹത്തിന് ഗവർണർ സ്ഥാനം കിട്ടിയതെങ്ങനെയാ? നിയമവിധേയമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഭരണഘടനയുടെ ക്ലോസുകൾക്ക് വിധേയമായിട്ടാണ്. അപ്പോ നിയമം അനുവദിച്ച് കിട്ടിയിട്ടുള്ള ഒരു സ്ഥാനം ഉപയോഗിച്ച് ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ തീരുമാനം ശരിയല്ല എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഉടനെ ആ റിജക്ഷനെ റിജക്റ്റ് ചെയ്യാൻ നമ്മുടെ ജനങ്ങളെ എല്ലാവരും കൂടി ഒന്നിച്ച് എണീറ്റ് ശബ്ദമുയർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ആരും ഈ മാർഗങ്ങളിൽ ചിന്തിക്കുന്നില്ല. Where from does the governor get the authority to totally deny a judicial commission's finding? സാധാരണയൊന്നുമല്ല, ഒരു ജഡ്ജ് നിശ്ചയിച്ചിട്ടുള്ള തീരുമാനമാണ്. നിയമത്തിൽ ന്യായാധിപന്മാരുടെ തീരുമാനത്തിന് മീതെ കവച്ചു വെക്കാൻ ഇവിടെ ഒന്നുമില്ല. അവസാനം സുപ്രീം കോർട്ടിൽ നിന്ന് ഒരു തീരുമാനം വന്നാൽ ആ സുപ്രീം കോർട്ടിൽ ആര് തീരുമാനിച്ചോ ആ ജഡ്ജിമാരുടെ മുൻപിൽ ഒരു റിവിഷൻ പെറ്റീഷൻ കൊടുക്കാം. ആ പെറ്റീഷൻ നമ്മുടെ ചീഫ് ജസ്റ്റിസ് വേറൊരാൾക്കോ സ്വയമോ എടുത്ത് തീരുമാനിച്ചാൽ അത് സുപ്രീം കോടതി അനുവദിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു വഴക്കം നമുക്കില്ല. ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ തീരുമാനം അദ്ദേഹത്തിന് വേണമെങ്കിൽ തിരുത്താം എന്നല്ലാതെ ലോകത്തിൽ ഒരാൾക്കും തിരുത്താൻ പറ്റില്ല. അതൊക്കെയാണ് നമ്മുടെ വ്യവസ്ഥകൾ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ തീരുമാനം ശരിയല്ല എന്ന് പറഞ്ഞ് കുറ്റവാളികളെ മുഴുവൻ അങ്ങോട്ട് വിട്ടുകളഞ്ഞാൽ ഇത് എവിടെ ശരിയാവുന്ന നിങ്ങൾ പറയുന്നത്? ഇതിനുള്ള കാരണം എന്താ? അർജുനൻ യുദ്ധം ചെയ്യുന്നതിന് മുൻപ് ആവശ്യപ്പെട്ടു, ശ്രേയസ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണമെന്ന്. ആ ശ്രേയസ് മനസ്സിലാക്കുന്നത് ബുദ്ധിയുടെ വിവേകത്തിലൂടെയാണ്. ആ വിവേകം നമുക്ക് എപ്പോഴും ആവശ്യമാണ്. വിവേകത്തിലൂടെ നമ്മുടെ ഉൾവ്യക്തിത്വത്തിൽ കടന്നു പറ്റണം. മനസ്സിലുള്ള ദൂഷ്യങ്ങൾ മാറ്റണം. ബുദ്ധിക്കുള്ള ആ ഊഞ്ഞാലാട്ടം നിർത്തണം. അഹങ്കാരത്തിന് പ്രശമനം വരുത്തണം. എന്നിട്ട് അന്തരാത്മാവിന്റെ ആ കലവറ നമുക്ക് തുറന്നു കിട്ടണം. ആത്മസുഖത്തിൽ ആറാടാൻ സാധിക്കണം. അങ്ങനെ ഒന്നുണ്ട്. അതിനാണ് മനുഷ്യജന്മം. എല്ലാവരും പരിശ്രമിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് എന്നുള്ള വലിയ ഒരു പ്രഖ്യാപനമാണ് അർജുനന്റെ ഈ ചോദ്യത്തിൽ അടങ്ങുന്നത്. യശ്രേയസ്യാൻ നിശ്ചിതം ബ്രൂഹി തന്മേ. കാര്യം 12-ാം മണിക്കൂറിൽ അവസാന സെക്കൻഡിലാണ് ഞാനിത് പറയണത് കൃഷ്ണ. എന്നാലും അതെന്റെ ജന്മാവകാശമാണ്. ഞാൻ അമ്പും വില്ലും കയ്യിലെടുക്കണോ, പട പൊരുതണോ? എനിക്ക് ശ്രേയസ് ഉപദേശിച്ചു തരൂ. അതിനുശേഷം മാത്രമേ എനിക്ക് സ്ഥൈര്യം വരൂ. എൻ്റെ മനസ്സ് മനസ്സായും ബുദ്ധി ബുദ്ധിയായും കൈകാലുകൾ കൈകാലുകളായും പ്രവർത്തിക്കണമെങ്കിൽ എനിക്ക് ശ്രേയസിന്റെ ആ സ്പർശം, ആ അനുഗ്രഹം ഉണ്ടായേ തീരൂ. അത് വിട്ടിട്ടാവാം പിന്നെയുള്ള യുദ്ധം എന്ന് പറഞ്ഞ് ഉറച്ചവിടെ അങ്ങോട്ട് ഇരുന്നു അർജുനൻ. അതാണ് നമ്മുടെ മഹിമ. മനസ്സിലാക്കണം, അർജുനൻ ഒരു ഭരണകർത്താവാണ്. ആ ഭരണദൗത്യത്തിൽ വെച്ച് ഏറ്റവും നിർണായകവും പ്രഗണി പിടിച്ചതുമാണ് യുദ്ധം, ശത്രുക്കളായിട്ടുള്ള യുദ്ധം. ആ യുദ്ധത്തിൽ ശരവിസർജനം ഇനിയും ബാക്കിയാണ്. അതിനെ എല്ലാവരും വെമ്പൽ കൊണ്ട് പ്രകമ്പിച്ചുകൊണ്ട് നിൽക്കുന്ന സമയമാണ്. ആ സമയത്താണ് ലക്ഷോപലക്ഷം വരുന്ന പടയാളികളെ മുഴുവൻ നിർത്തി കൃഷ്ണനും അർജുനനുമായിട്ടുള്ള ഈ സംവാദം ആ പടക്കളത്തിൽ നടന്നത്. ഇതാണ് ഭാരതം കൂട്ടരെ. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. നമ്മൾ ഊച്ചാളികളല്ല, പിച്ചകളല്ല, ഏഴകളല്ല. അതിബൃഹത്താണ് നമ്മുടെ പ്രഭാവം. നമ്മുടെ ഉള്ളിൽ നാം പേറി നടക്കുന്നത്. ഇങ്ങനെ ഒരു സംസ്കാര വൈഭവം നിങ്ങൾക്ക് ലോകത്തിൽ എവിടെ തപ്പി തേടിയാലും കാണാനോ കേൾക്കാനോ സാധിക്കില്ല. 44,99,998 പേരും ഈ അർജുനനും കൃഷ്ണനും തമ്മിൽ സംസാരിക്കുന്ന സംസാരം മുഴുവനാകുന്നത് വരെ ക്ഷമിച്ച് 2.5 മണിക്കൂർ അവിടെ ആ പടക്കളത്തിൽ നിന്നു. എവിടെ നടക്കും ഈ സംസ്കാര ചരിത്രം? ഒന്ന് ആലോചിച്ചു നോക്കൂ. അത്ര വിശേഷപ്പെട്ടതാണ് നമ്മുടെ. ഞാൻ പറയണത് ശരിയാണോ? നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് അറിയുന്നപ്പോഴാണ് നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മൾ ഭാരതീയരാണ്. നാം വെറും ചോറ് മാത്രം ഉണ്ടല്ല ജീവിക്കുന്നത്. സംസ്കാരത്തിന് നാം മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഉറിഞ്ചി കുടിച്ച് ജീവിക്കുകയാണ്. ഒരു ഗ്രാമപ്രദേശത്തിലാണ് ഈ നൈമിഷാരണ്യം സത്രശാല.
ഇതിൽ കാലത്ത് മുതൽക്ക് വൈകുന്നേരം വരെ ഈ തത്വപ്രവചന പരമ്പര കേൾക്കാനായി ഇത്രയധികം ജനങ്ങൾ തടിച്ചു കൂടുന്നു എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സംസ്കാര വൈഭവത്തിന്റെ പേരിലാണ്. ആ പൈതൃകത്തിന്റെ പ്രഭാവമാണ് അത് കാരണം, അതിൻ്റെ സ്വാധീനമാണ്. ഇതേമാതിരി ഒരു പ്രസംഗമോ ഒരു കേൾക്കലോ ലോകത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ ഉണ്ടോ? പ്രസംഗിക്കാൻ ഉള്ളവരുണ്ടോ? കേൾക്കാൻ തയ്യാറായിട്ടുള്ളവരുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് അന്വേഷിച്ച് എന്നോട് പറയും. എത്ര ദിവസം വേണം? ഒരാഴ്ച സമയം തരാം. കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യശ്രേയസ്യാന്നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. ഈ കൊല്ലം ആദ്യമായിട്ടാണ് ഞാൻ, ഈ 12 കൊല്ലങ്ങളിലായി ആദ്യമായിട്ടാണ് ഭഗവത്ഗീതയെ അടിസ്ഥാനപ്പെടുത്തി ആദ്യ ശ്ലോകം മുതൽക്കിതാ അവസാനം ഈ ശ്ലോകം വരെ, 2-ാം അധ്യായത്തിൽ 7-ാം ശ്ലോകം വരെയുള്ള ശ്ലോകങ്ങൾ എടുത്ത് വിവരണം നിങ്ങൾക്ക് നൽകിയത്. ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഹേ ഗോപാലക ഹേ കൃപാജലനിധേ ഹേ സിന്ധുകന്യാപദേ ഹേ കംസാന്തക ഹേ ഗജേന്ദ്രകരുണാപാരീണ ഹേ മാധവ ഹേ രാമാനുജ ഹേ ജഗത്രയ ഗുരോ ഹേ പുണ്ടരീകാക്ഷമാം ഹേ ഗോപീജനനാഥ പാലയ പരം ജാനാമി നത്വാം വിനാ ഹേ ഗോപീജനനാഥ പാലയ പരം ജാനാമി നത്വാം വിനാ. ഹരിഹി ഓം, ഹരിഹി ഓം. എല്ലാവരും കൈ മടക്കി കൈവിരൽ കോർത്ത് മടിയിൽ വെച്ച് കണ്ണടച്ച് നിവർന്നിരുന്ന് വായും മനസ്സും തുറന്ന് എൻ്റെ കൂടെ സമാപനം ഓങ്കാരം അസ്സലായിട്ട് ജപിക്കണം. അത് ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയി ലഘുഭക്ഷണം എന്താന്ന് വെച്ചാൽ അത് കഴിക്കാം. ഹരിഹി ഹരിഹി.